definite plan for each and every one. So whenever God said no, there is a meaning for that. Praise God. Never try and struggle to make it happen in our own time. God has a perfect time. In the biblical language, we can say that God won't be early, God won't be late. At the right time, the perfect time, the beautiful time, He will bring it into pass, everything in our life. അതാണ് ദൈവത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം എന്നോട് തടയാൻ പറഞ്ഞു, മോശെ ഇങ്ങോട്ട് അടുക്കരുതെന്ന് പറയുമ്പോൾ, He want to speak to us. Every time when you go through a hindrance or obstacles, never struggle to, okay, I'm going to declare a fasting for 21 days. Thank God that this fasting is purposely and determined for a particular reason. Lord, revive Rockland. അത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കാരണം ഒരു പട്ടണത്തിന് ഉണർന്നു വേണ്ടി ദേവാസൻ എൻ്റെ ഇൻട്രഡക്ഷനിലൊക്കെ ഓർപ്പിച്ചായിരുന്നു, ഈ രാജ്യത്തു നിന്നാണ് ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് റിവൈവലിന് വേണ്ടി പ്രാർത്ഥിച്ചത്. Praise God. The white people, the missionaries left all their cozy life of this land. They left this land, came to remote parts of the nation. I travel across the nation. I go to the remote part of the North India. Wherever you see the white people or the English people have established churches, maybe 100 years back or 70 years back, still it's remained, the leftover is remained there. But everywhere you go, you see the reflection of the revival that happened 100 years back. അങ്ങനെ നടന്ന ഉണർവിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം നമുക്ക് കാണുവാൻ കഴിയും ജനത്തിൻ്റെ ഇടയിൽ. ആ സ്വാധീനമുള്ള ദേവദാസൻ പറഞ്ഞ കണക്ക്, ഇറ്റ്സ് എൻ ഓണർ ആൻഡ് പ്രിവിലേജ് ഫോർ us to come to this land and pray for this land. How many of you are happy about that? നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്കൊരു അവസരം തന്നിരിക്കും. എത്ര സന്തോഷമാണ് അല്ലേ? നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. I born and raised in a Pentecostal family. My dad was a pastor in Assemblies of God, so I have gone through all the afflictions, all the trials, all the things of that, all the limitation as a pastor's son or a parsonage boy or a pastor's kid. So on those days, the missionaries were helping us, supporting us. Once in a year, they used to give a pair of cloth as I'm talking about the 40 years back, 50 years back story. But now it's an opportunity for us to help this nation. Hallelujah. ഒരിക്കൽ നമ്മളെ സഹായിച്ചവരെ സഹായിപ്പാൻ ദൈവം നിങ്ങൾക്കൊരു അനുഗ്രഹം തന്നു പറഞ്ഞു. ഇതിനൊക്കെയാ ദൈവത്തിന് നന്ദി പറയേണ്ടത്. How many of you are happy about that? അപ്പോൾ ദൈവം വലിയ വിശ്വസ്തനായി. God is a faithful God. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ എൻകൗണ്ടർ ഉണ്ട്. ദൈവം സ്റ്റോപ്പ് ചെയ്യുന്നിടത്ത് നിന്നിട്ട് ഓപ്പൺ യുവർ ഇയേഴ്സ്, ട്യൂൺ യുവർ ഇയേഴ്സ് ടു ഗോഡ് ആൻഡ് ലിസൺ വാട്ട് ഗോഡ് വാണ്ട്സ് ടു സ്പീക്ക് ടു മീ. ദൈവത്തിന് എന്നോട് എന്താ സംസാരിക്കേണ്ടത്, അത് ചോദിക്കാൻ വേണ്ടിയാണ് ഈ ദിവസങ്ങളിൽ നാം ദൈവത്തിൽ നിന്ന് പഠിക്കേണ്ടത്. ഇവിടെ മോശയോട് ഞാൻ രാവിലെ അതിനെക്കുറിച്ച് ഓർപ്പിച്ചായിരുന്നു. ജസ്റ്റ് ഫോർഗോട്ട് എന്ന് പറഞ്ഞാൽ അയാൾ ഓർമ്മയില്ലല്ലോ. ഇങ്ങനെ മോശയുമായിട്ടുള്ള ആ ദൈവിക സന്ദർശനത്തിലേക്ക് വരികയാണ്. കത്തുന്ന മുൾപ്പടർപ്പിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്, ഇഫ് യു സീ എ ഫയർ which does not make it into burn and turn it into ash, make it sure that it is burned by God. തീക്കകത്ത് വീണ എന്തെങ്കിലും കത്തി നശിച്ചു പോകുന്നില്ല, ചാരമാകുന്നില്ലെങ്കിൽ ഓർത്തോണം, അത് ദൈവം കത്തിച്ചതാണ്. മുള്ളിന് ശോഭ തരുന്ന ഒരു ദൈവമുണ്ടെന്നൊരു വെളിപ്പാട് മോശയ്ക്ക് കൊടുക്കുകയാണ്. നമ്മുടെ പ്രതിസന്ധികളിൽ കൂടെയാണ് ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തുന്നത്. ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ നിങ്ങൾ അനുഭവിച്ച ആത്മസന്തോഷം പോലെ ആത്മസന്തോഷം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഒരാവശ്യം വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് മറുപടിയൊക്കെ കിട്ടുന്നത് പോലെ ഒരു സന്തോഷം, ഒരു തൃപ്തിയല്ലേ. നമ്മളായിട്ട് ഫാമിലി പ്രയറിനാക്കിയിരുന്ന ഒരു പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളെല്ലാം, so I have 3 boys, whenever they are small, now they are big, they are small, they used to pray that bless Dada, bless Mama, bless Hallelujah, okay, all these things now. When Hallelujah, after some times they began to expand or what we call that, extend their territory and pray over that. It's the same way. നമ്മളും അങ്ങനെയൊക്കെയാണ്. ഒറ്റയ്ക്കായിരുന്നപ്പോൾ കർത്താവെ എന്നെ അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കും. കല്യാണം കഴിയുമ്പോൾ കർത്താവെ എൻ്റെ ഭാര്യയുടെ വീട്ടുകാരെയും കൂടെ ആ ടെറിട്ടറിയിൽ കൊണ്ടുവരും. മക്കളാവുമ്പോൾ അതാകും. ഇങ്ങനെ നമ്മുടെ പ്രാർത്ഥന നമ്മളെ ചുറ്റിപ്പറ്റി അതിരിങ്ങനെ കിണറിൻ്റെ റിങ് വലുതാകുന്നതല്ലാതെ വി നെവർ എവർ ക്രോസ് ദ ടെറിട്ടറി. ഇനി ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ കാര്യം മറന്നു പോയാലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആർ യു വിത്ത് മീ? സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പേഴ്സണൽ കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും മറന്നു പോയാലും പ്രശ്നമൊന്നുമല്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയാതെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഞാൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അല്ലല്ല, സമയമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു. മറ്റതെല്ലാം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സോ we are prepared to praying for the revival for the city of Rockland or the county of Rockland, whatever it may be, and you expect that God is going to revive this city. ദൈവം ഈ പട്ടണത്തെ ഉണർത്തുമെന്ന് വിശ്വസിക്കണം.
I told you that in the morning what is revival. The people began to rejoice in the Lord. That exactly the meant by the biblical term revival. Everyone began to rejoice in the Lord. ദൈവത്തിൽ മാത്രം സന്തോഷിക്കുന്നതാണ് ഉണർവെന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഉപവാസ ഞാൻ ഭാഗത്തേക്ക് വരികയാണ്. ദൈവം നമ്മെ ഈ ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ us to sit at the presence of God. Fasting always we are misunderstanding or misinterpreting. We think that skipping couple of meals is fasting. Yes, there is skipping the meals. ആഹാരം വെടിയുന്നത് മാത്രമല്ല ഉപവാസം. The more you are closer with God, that's the exact meaning of the fasting. That means be with God more than ever before. ദൈവത്തോട് അല്പം കൂടെ മുമ്പത്തേക്കാൾ ചേർന്നിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപവസിക്കുക എന്നാണ്. ഞാൻ രാവിലെ ഓർപ്പിച്ചായിരുന്നു, അടുത്ത് വസിക്കുക എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളത് ഭക്ഷണം വെടിയുക എന്നുള്ള പഴയ കാലത്ത് ഭക്ഷണം വെടിയുക എന്നുള്ള ഒരു ടെർമിനോളജിയിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് യേശുവിനോട് യോഹന്നാൻ ഒരു കൂട്ടം പരീക്ഷന്മാർ വന്നൊരു ചോദ്യം ചോദിച്ചു, നിൻ്റെ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ്, ഞാൻ രാവിലെ പറഞ്ഞു നമുക്ക് ഒരുമിച്ചാണ് മിനിസ്റ്റർ ചെയ്യേണ്ടത്, വൈ ഡു യുവർ ഡിസൈപ്പിൾസ് ഡോണ്ട് ഫാസ്റ്റ്? So they asked, Jesus gave an answer that when the bridegroom is with them, that the people around him has, there is no need to be fasted. അവർ പിന്നെ what we call മണവാളൻ കൂടെ ഉള്ളവർക്ക് ഉപവസിക്കേണ്ട കാര്യം ഇല്ല. മണവാളൻ നിങ്ങളെ വിട്ടു പിരിയുന്ന ഒരു കാലമുണ്ട്, അന്ന് അവരെന്ത് ചെയ്യും? അതാണ് ഉപവാസത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യേശു കൂടെ ഉണ്ട്. യേശുവിനെ കൂടെ നിർത്താനുള്ള, മണവാളനെ കൂടെ നിർത്താനുള്ള ഒരു പദ്ധതിയാണ് ഉപവാസം എന്ന് പറയുന്നത്. അതിൻ്റെ തെളിവായിട്ട് വെൻ യു ആർ ഫാസ്റ്റിംഗ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വായിച്ച വാക്യത്തിൽ നിന്ന് പ്രസംഗിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പരിശുദ്ധാത്മ ദൂത് പറയുകയാണ്. സോ യു നോ ദാറ്റ് ഇൻ ദ സ്റ്റോറി ദാറ്റ് ജീസസ് ഫാസ്റ്റഡ് ഫോർ ഹൗ മെനി ഡേയ്സ്? ചിൽഡ്രൻ, ആർ യു വിത്ത് മീ? All Sunday school kids, I saw that and you are dancing, worshipping, praising God. I am so excited that the songs we are singing, they're very beautiful. Okay, I'm so happy about that, to see that now kids are growing in the fear of God and worshiping the Lord in truth and spirit. That is the beauty of a church. It doesn't matter how many members are in the church, always there is a generation rejoicing in the presence of the Lord. That shows that we are growing in spirit. And as a parents, we could impact and influence our generation through the word and worship that resembles that God is in our midst. Are you with me? Are you with me? Can you follow me what I'm saying? Okay. അപ്പം എന്നെ യേശു അവന് എത്ര ഉപവസിച്ചു? ഓക്കെ, എല്ലാ മിക്കവാറും മത്തായിലുണ്ട്, ലൂക്കോസിലുണ്ട്, മർക്കോസിലുണ്ട്. എന്നാൽ നമ്മൾ മർക്കോസിലൊരു വാക്യം വായിച്ചിട്ട് ഉപവാസത്തിൽ ഉപവസിക്കുന്നവരെല്ലാം ശ്രദ്ധിച്ചോണം, പേടിച്ചൊന്നും പോകല്ലേ കേട്ടോ. ഉപവാസത്തിൽ ഇരിക്കുന്നവരൊക്കെ യു ആർ സ്കിപ്പിംഗ് 1 meal or 2 meal or 21 days ഫാസ്റ്റ്. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഞാൻ 41 ഇരുന്നത്, എനിക്കറിയത്തില്ല എന്തിനാണെന്നറിയത്തില്ല. എനിവേ അറ്റ്ലീസ്റ്റ് ഒരു 40 നല്ലതാണ്. നമ്മളൊക്കെ ഈ ഉപവാസമൊക്കെ കുറേയൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ അധികം അങ്ങനെ ഈ യാത്രകളൊക്കെ ഉള്ളതുകൊണ്ട് ദീർഘ ദിവസങ്ങളൊന്നും ഇരുന്ന് ഉപവസിക്കാനുള്ള സമയങ്ങളൊന്നുമില്ല. ലഭിക്കുന്ന സമയങ്ങളൊക്കെ ഉപവസിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. ഓക്കെ, ആ ഭാഗത്തേക്ക് വരികയാണ്. അപ്പം നമ്മൾ നോക്കാം, യേശുവിൻ്റെ ഉപവാസത്തിന് 4 phase. whenever you fast, there is, you need to expect 4 things every fasting. Are you with me? ഓക്കെ, എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവരും അലേർട്ടായിട്ട് ഇരുന്നോണം കേട്ടോ. ഇച്ചിരി ഇരുട്ട് പോലെ ഉണ്ട്. അപ്പോൾ എൻ്റെ മുഖം നിങ്ങൾക്ക് കാണാമല്ലോ, നിങ്ങളുടെ പലരുടെ മുഖം എനിക്ക് കാണത്തില്ല. ഇടയ്ക്കൊന്ന് ചിരിച്ചാലൊക്കെ സന്തോഷമായിട്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, മാർക്കോസ് 1:12-13. We will come back to this portion. So just I got an enlightenment to speak about the fasting. Okay. Mark chapter 1 verse 12 and 13, that show in Mark is giving a description about how was the fasting of Jesus for 40 days. യേശുവിൻ്റെ 40 ദിവസത്തെ ഉപവാസത്തിൻ്റെ ഒരു പിക്ചർ. Throughout the 40 days, what he was going through. In another portion in Luke and Matthew, it clearly says that he didn't eat anything on those days. ആ ദിവസങ്ങൾ അവനൊന്നും അങ്ങനെ വായിച്ചിട്ടുണ്ടോ ബൈബിളിൽ? അപ്പോൾ എന്താ അങ്ങനെ എഴുതിയിരിക്കുന്നത്? ഉപവസിക്കുന്ന സമയത്തും ആൾക്കാർ കഴിക്കുമായിരുന്നു, അതുകൊണ്ടല്ലേ ആ ദിവസങ്ങളൊന്നും കഴിച്ചില്ല. മോശയുടെ ഉപവാസത്തെക്കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? അവൻ ഭക്ഷണപാനീയങ്ങളൊന്നും കഴിച്ചില്ല. ദാറ്റ് മീൻസ് അല്ലെങ്കിൽ മോശ ഭക്ഷണപാനീയങ്ങൾ കഴിക്കാതെ ഉപവസിച്ചു. പരീക്ഷന്മാരുടെ ഉപവാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഠിനമായിരുന്നു. അവർ പിന്നെ എന്താണ് ചെയ്യുന്നത്? ശിഷ്യന്മാർ പിന്നെ കതിര് തിന്ന, പിന്നെ ഓർമ്മയുണ്ടല്ലോ, യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ ശിഷ്യന്മാർ അമ്മമാരാണെങ്കിൽ നിന്നെ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നെല്ലൊന്നും നോക്കത്തില്ല, പിന്നെ അമ്മമാർ മില്ലിലൊന്നും കൊണ്ടുപോകത്തില്ല, അരിയൊക്കെ പൊളിച്ചു തിന്നുന്ന പാർട്ടികളായിരുന്നു. അങ്ങനത്തെ വളരെ ടീമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ ഉപവാസത്തിലെ 4 ഇൻസിഡൻസ് അവിടെ കാണുന്നുണ്ടെന്ന് ഇനി വായിച്ചു. Somebody read. He was led by the Spirit into the wilderness. Hallelujah. യേശുവിൻ്റെ 40 ദിവസത്തെ ഉപവാസത്തിൽ ഒന്നാമത് he was led by the Holy Spirit. ഉപവാസം എടുക്കേണ്ടത് ആത്മനിയോഗത്താലായിരിക്കണം. ഹല്ലേലൂയ. ചർച്ചിൽ 21 ദിവസം ഉപവാസം ഉണ്ടെന്നാൽ ഞാനും ഇരിക്കട്ടെ 2 ദിവസം കൊണ്ട് കയറി ചാടിക്കറി ഇരുന്ന് കളയല്ലേ. അല്ലേ, ഇരിക്കുന്നതിന് നല്ലതാണ്. ഇതെല്ലാം ഉണ്ട്. യു ഷുഡ് ഹാവ് ആൻ ഇൻസ്പിറേഷൻ ആൻഡ് യു ഷുഡ് ബി ഗൈഡഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ആത്മനിയോഗത്തോടെ വേണം ഉപവസിക്കുവാൻ.
Children also, hallelujah, try to take some fasting couple of days or skip one meal. Start with skipping one meal. Which meal you like best? Breakfast, lunch or dinner? Which you like? So you are looking at me, that's what I am asking you. Yeah, okay. What's your name? Ketilla. Caleb. Albert. Okay, whatever maybe, I didn't hear. Okay. So which meal you like best? Breakfast, lunch or dinner? Children, are you with me? Every children? Next, tomorrow onwards, all the children come and sit in the front, okay? Okay. Okay. Which meal you like best? All 5 meals, okay. Whatever maybe. Okay. Okay. Whatever mommy cooked the best, I like the best, okay. Okay. Skipping one meal, you can start from there, hallelujah, and reaching to at least able to skip a 1 day meal or 3 days. Like that, we are growing in spirit, okay. I'm trying to that, and we should be led by the Holy Spirit. ആത്മനിയോഗം വേണം എന്ത് ചെയ്യുന്നതിന്? പരിശുദ്ധാത്മാവ്. To be led by the Holy Spirit, what we need? To be led by the Holy Spirit, what we need? We should be filled with the Holy Spirit. ആത്മാവിൻ്റെ നിയോഗം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ആത്മ നിറവ് വേണം. Jesus was born and brought up, hallelujah, by the power of the Holy Spirit. When he was in the womb of his mom, he was filled with the Holy Spirit. He was conceived and conceived by the Holy Spirit. And when he grew, the Bible says that the child grew and became strong in spirit. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ. And his birth was by spirit, his growth was by spirit. He was led by the Spirit into the wilderness. So we need to earnestly cry through during this fasting prayer, maybe on Saturday or Sunday when you can come in between. And everyone, every children, encourage everyone to cry, weep, to be filled with the Holy Spirit. ആത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം. Hallelujah. More than the A+ or the grade that you are going to receive, much beyond your dream, we need to have a dream about being filled with the Holy Spirit. അങ്ങനെ ഒരു സ്വപ്നം നമുക്ക് വേണം, ആത്മാവിൽ നിറയണം. How many of you have an earnest desire like that? How many parents are crying for that? I want to see more than my son or daughter become an engineer or doctor. I'm not against that. I am for that. So I'm speaking the other side of your spiritual desire. Hallelujah. Cry and weep in the house of the Lord, presence of the Lord. As a corporate body, as a church family, hold your hands together and intercede in the gap. Lord, we want to see the next generation growing in the fear of God. Let them be filled with the Holy Spirit. Oh, Rabba Shatana Dagana. It's our earnest cry, Lord. Let our generation be filled with the Holy Spirit. Let them speak in tongues. Let them operate the spiritual gifts. Let their mouth be filled with high praises. Tonight we pray together as church family. Every musician, every singers, every worship leaders, every member of the church. Hallelujah. Let them be guided by the Holy Spirit, led by the Holy Spirit, saturated from the top of the head to the tip of the toe by the anointing of the Holy Spirit. Oh, Rabba Shakaradana. Hallelujah. Thank you, Jesus. It's our desire. We want our generation. Hallelujah. മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞാൽ നമ്മൾ പ്രസംഗിക്കുന്ന പുസ്തകത്തിന് അനന്തരാവകാശികൾ ഉണ്ടാകണം. നമ്മുടെ അല്ലെങ്കിൽ സ്വത്തിന് അവകാശികൾ ഉണ്ടാകുന്ന പോലെ തന്നെയാണ് നമ്മുടെ ശുശ്രൂഷയ്ക്ക് അവകാശികൾ ഉണ്ടാകണം. നമ്മുടെ പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥിച്ചതിനേക്കാട്ട് കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ ആരാധിച്ചതിനേക്കാട്ടി കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരാധിക്കണം. ഹല്ലേലൂയ. 1 ദിനവൃത്താന്തം 25-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. How many of you want? You can just show on the screen. 1 Chronicles chapter 25 verse 1. The worship team അവിടെയുള്ള ആ ദാവീദിൻ്റെ രാജകൊട്ടാരത്തിലുള്ള വർഷിപ്പ് ടീമിൻ്റെ ഒരു പിക്ചർ അവിടെ കൊടുക്കുന്നുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് വർഷിപ്പ് ടീം അവിടെ ഉണ്ട്. വായിച്ചില്ലേ? ദാവീദും സേനാധിപന്മാരും കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്ന ആസാവിൻ്റെ പുത്രന്മാർ. Did you notice that? The people, those who are carrying, in our modern language we can say that those who are playing the keyboard, those who are playing the drums or taking the guitar or whatever may be, the bass or whatever may be, they all were not only playing the music, they were prophesying. കിന്നരവും വീണവും കൊണ്ട് പ്രവചിക്കുന്ന പാട്ടുകാർ. Hallelujah. We can be different. We can be different. I don't want to be a same church. In New York പട്ടണത്തിൽ ഒത്തിരി സഭകളുണ്ട്. We want to one among that. No, you have to be different. Hallelujah. That make the difference. Hallelujah. ഞങ്ങളുടെ സഭായോഗം ആദ്യത്തെ 2 പാട്ട്, പിന്നെ ഒരു സങ്കീർത്തന വായന, പിന്നെ ഒരു സാക്ഷ്യം, പിന്നെ പാസ്റ്ററുടെ ഒരു പ്രസംഗം, സ്തോത്രം, സ്തോത്ര കാഴ്ച, ആമേൻ. അതല്ല. ആയിക്കോട്ടെ, എല്ലായിടത്തും ആയിക്കോട്ടെ, പക്ഷേ can you be different? Hallelujah. We ചർച്ചിലെ പാസ്റ്ററും വിശ്വാസികളും ഒരുപോലെ തീരുമാനിക്കണം, ഓരോ സൺഡേയും വ്യത്യസ്തമായിരിക്കും ഞങ്ങളുടെ ആരാധന.
Praise God. Believe that. Because no, the people began to worship the Lord in truth and spirit, the entire atmosphere will change. The family atmosphere will change. The church atmosphere will change. Every conflict will go. The people, as the Bible says, I will enter into his gates with thanksgiving. Never we start worshipping after coming over here, when the worship leader come over here and open the music. No, I will come all the way from house and enter into the church with thanksgiving. I will enter into his courts with praise. I will say, this is the day that the Lord has made. Not with the past experience, not with the 20 years back experience, as a brand new, fresh, every moment, every morning we will experience the newness and power of the Holy Spirit. ഹല്ലേലൂയ. പുതുക്കത്തോടെ കടന്നു വരണം ആത്മാവിൻ്റെ. ആലയത്തിൻ്റെ വാതിലിൽ സ്തോത്രം പറഞ്ഞുകൊണ്ട് കയറി വരണം. ആലയത്തിൻ്റെ പടികളിൽ ആരാധനയോടെ കയറി വരണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയർ അങ്ങ് മാറുമെന്ന്. പിന്നെ ആരും തലേക്ക് വെച്ച് പ്രാർത്ഥിക്കേണ്ട, രോഗികളൊക്കെ അങ്ങ് സൗഖ്യമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളൊക്കെ പ്രവചിക്കുമ്പോൾ സഭയുടെ അന്തരീക്ഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആസാഫിൻ്റെ പുത്രന്മാർ, ഹേമാൻ്റെ പുത്രന്മാർ, യദൂദാൻ്റെ പുത്രന്മാർ കിന്നരമെടുത്തുകൊണ്ട് സ്തോത്രം പറയുകയും പ്രവചിക്കുകയും ചെയ്യുമായിരുന്നു. പ്രവചനം അന്യഭാഷ പറഞ്ഞിട്ട് രണ്ട് ഭാവി പറയുന്നതല്ല. ദേ വിൽ ബിഗിൻ ടു സ്പീക്ക് ഗോഡ്സ് ഒറക്കിൾ, ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വാചനം വാതുറന്ന് പറയുമായിരുന്നു. ഡു യു ബിലീവ് ദാറ്റ്? ഡു യു ഹാവ് എ ഡ്രീം ലൈക്ക് ദാറ്റ്? This fasting prayer may bring forth such kind of deliverance to the church. അങ്ങനെ ഒരു ഡെലിവറൻസ് ദൈവസഭയ്ക്ക് കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. Hallelujah, hallelujah, hallelujah. Thank you, Holy Spirit. Praise God, praise God, praise God, praise God. Hallelujah, hallelujah. Duramana Vaidamanastara Jaraganastura. Jesus was led by the Holy Spirit and he went into the desert. അവൻ മരുഭൂമിയിലേക്ക് പോയി. Do you know the story of this desert? The same desert that John the Baptist preached about the kingdom of God. ഇതേ മരുഭൂമിയിലാണ് യോഹന്നാൻ മാനസാന്തര സ്നാനം പ്രസംഗിച്ചത്. Listen carefully. And all the children of Israel during their exile from the Egypt, they were walking through this wilderness, the wilderness of Judea, for the 40 years. യഹൂദ മരുഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ കൂടെയാണ് 40 വർഷം അവർ നടന്നത്. യേശു മരുഭൂമിയുടെ അകത്തോട്ട് പോയി. പ്രൈസ് ഗോഡ്. Those who have visited in Israel, they will know about this story. Hallelujah. The deep desert of the Judea, they are all limestones. ചുണ്ണാമ്പ് കല്ലുകൾ നിറഞ്ഞ ഒരു ഒലിവും കായോ ഒരു അത്തിപ്പഴമോ. Israel is a beautiful land. It's a fertile land. You go everywhere, you can see the greenery, you can see the prosperity of that land. Even the war is going on there, still the prosperity of land you can witness with your own eyes. But ഈ ജുഡിയ മരുഭൂമി എന്ന് പറഞ്ഞാൽ ഗുഹകളാണ്. അതുല്ലാം ഗുഹ, ദാവീദ് പോയി ഒളിച്ചിരുന്ന ഗുഹകൾ, ഒരു രാജാക്കന്മാർക്കും ചെല്ലാത്തത്. അവിടെ കല്ല് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പിശാച് പറഞ്ഞത്, നീ ദൈവപുത്രനാണെങ്കിൽ ടേൺ ദി സ്റ്റോൺ ഇൻ ടു ബ്രെഡ്. അവിടെ ഒരു അത്തിക്കായും പഴമൊന്നുമില്ല, ഒന്നും തിന്നാനില്ലാതിരിക്കുന്നിടത്ത് കൈ നീട്ടി പറിക്കാൻ ഒരു മുന്തിരിയില്ല. എസ്കോൾ താഴ്വരയിൽ മുന്തിരിയുണ്ട്, കൈ നീട്ടി പറിക്കാവുന്നൊരു മാതള നാരങ്ങയില്ല. ആകെ ഉള്ളത് ഇവിടെ കല്ലാണ്. ഈ കല്ലിനെ എന്താക്കണം? ശ്രദ്ധിക്കണം. എൻ്റെ പ്രസംഗം ഞാൻ പറഞ്ഞല്ലോ, വായിച്ചു തുടങ്ങിയത് പുറപ്പാട് പുസ്തകമാണെങ്കിൽ ഇപ്പം നമ്മൾ യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യാണ്. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തരുന്ന ഇൻസൈറ്റ് ഞാൻ കൂടെ പറയുകയാണ്. പക്ഷേ ദൈവം ഇവിടെ പറയുക, അവിടെ കല്ലാക്കാൻ പറയുമ്പോൾ, പിശാച് നിനക്കറിയത്തില്ലേ, എൻ്റെ ജനം ഇതിലേ പോയപ്പോൾ തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചവനാണ് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. പിശാചിന് അറിയത്തില്ല ടു ഹൂ ഹീ സ്പീക്കിംഗ്, ആരോടാ സംസാരിക്കാന്ന് അറിയത്തില്ല. കാരണം തീക്കൽ പാറയിൽ നിന്ന് അപ്പം മാത്രമല്ല, ചുട്ടുപൊള്ളുന്ന ഫ്ലിൻസ്റ്റോണിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചവനാണ് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ ഉപവാസം വാസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. വാട്ട് എവർ ഹാപ്പൻ ഇൻ യുവർ ലൈഫ്, യു ഗെറ്റ് find out your spouse, what our family life, leading the family life, raising the children, ask the counsel of the Holy Spirit. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ആലോചന ചെയ്തിച്ചു വേണം കുടുംബജീവിതം നയിക്കാൻ വേണ്ടി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് ഭാര്യയോട് ഐ ലവ് യു ഹണി എന്നൊന്നും പറഞ്ഞാൽ ലവ് ഒന്നും ആകത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പണ്ടൊരാൾ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ നിങ്ങളെന്താ ഈ മലയാളികൾ, ഒരു സാഹിബിനോട് ചോദിച്ചു പോയി കേട്ടോ, പാസ്റ്ററെ നിങ്ങളെന്താ ഈ മലയാളികൾ ഇടയ്ക്കിടയ്ക്ക് ഭാര്യയോട് ഐ ലവ് യു എന്ന് പറയാത്തതെന്ന്. ഞങ്ങളാണ് എപ്പോഴും എന്ത് ചെയ്യും, നിങ്ങളെൻ്റെ കൂടെ ഇവിടെ ജീവിക്കുന്നത് എപ്പോഴും പറയും. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം വാക്ക് കൊടുത്ത വാക്കാ.
ഞങ്ങൾ കല്യാണത്തിൻ്റെ സമയത്ത് പറഞ്ഞു, മരണപര്യന്തം നിന്നെ മാത്രം സ്നേഹിച്ചും ശുശ്രൂഷിച്ചും ജീവിച്ചു കൊള്ളാമെന്ന് ഉറപ്പായി വാഗ്ദത്തം ചെയ്യുന്നു. അത് പിന്നെ മരിക്കുന്നതിന് വരെ വാക്കാം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറുന്നോട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞു. പിന്നെ എന്നോട് ചോദിച്ചത് ഇവർ ഈ സായിമാരൊക്കെ പോകുമ്പോൾ കാണത്തില്ലേ, എപ്പോഴും ഈ ഷോപ്പിംഗ് മാളിലൂടെയൊക്കെ പോകുമ്പോൾ കയ്യെ പിടിച്ചോണ്ടേ നമ്മളെ ഭർത്താവ് മുന്നിലും ഭാര്യ. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ വിശ്വാസം ആരെങ്കിലും ഓടിപ്പോത്തൊന്നുമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കയ്യാലൊന്നും മുറുകെ പിടിക്കാത്തത് എന്ന് പറഞ്ഞ കണക്ക് ഞാൻ പറഞ്ഞു വരുന്നത്, യു ഷുഡ് ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ടു ലീഡ് എ സക്സസ്ഫുൾ ഫാമിലി ലൈഫ്. ആത്മനിറവി വേണം കുടുംബജീവിതം നയിക്കാൻ. ഇനി ശ്രദ്ധിക്കണം, അല്ലയ്യ ഞാൻ എങ്ങനെ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത്. ഞാൻ എക്സാമ്പിൾ പറയാം. ഈ ഉപവാസ പ്രാർത്ഥനയുണ്ട്. പിന്നെ ഞാനൊരു ട്രാവലിംഗ് ഇവാഞ്ചലിസ്റ്റ് ആണെങ്കിലും ഒരു സഭയുടെ പാസ്റ്റർ, വലിയൊരു സഭയുടെ പാസ്റ്റർ ആയതുകൊണ്ട് എല്ലാ ഏരിയയും കവർ ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് കൊണ്ടൊന്നും ഭാര്യയെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ വലത്തെ കൈക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്ന, ഒരു വേദന വരുമ്പോൾ ഇടത്തെ കൈ പതുക്കെ വന്നിട്ട് അതിനെ ആശ്വസിപ്പിക്കുന്നത് ഈ കൈയുടെ മിടുക്കല്ല, തല പറഞ്ഞിട്ട. ഡസ് ഇറ്റ് മേക്ക് സെൻസ്? ഓക്കെ. അപ്പോൾ തല പറഞ്ഞു, വലത്തെ കൈക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്, നീയാണ് എൻ്റെ പ്രതിനിധി, പോയി എന്ത് ചെയ്യണം, പോയി എന്ന് ആശ്വസിപ്പിക്കണം. ഇവിടെ ഒരു ഉറുമ്പ് കടിക്കുമ്പോൾ, കൊതു കടിക്കുമ്പോൾ ഈ കൈ പോയി ആശ്വസിപ്പിക്കുന്നത് കൈയുടെ മിടുക്കുണ്ടല്ലോ. പിന്നെ ആര് പറഞ്ഞിട്ടാ? ക്രിസ്തുവാകുന്ന തലയിൽ കൂടെ മാത്രമേ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് കുടുംബജീവിതം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. സഭ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ നിങ്ങൾ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കണം. അപ്പം ക്രിസ്തുവിൽ കൂടെ മാത്രം എവറിത്തിങ് ഹാപ്പൻസ് ത്രൂ ദ ക്രൈസ്റ്റ്. ദാറ്റ്സ് വാട്ട് ഐ എം എക്സാക്ട്ലി സെയിങ്. യു ഷുഡ് ബി ലെഡ് ആൻഡ് ഗൈഡഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ആത്മനിയോഗത്തിൽ, ആത്മനിയന്ത്രണത്തിൽ വേണം നമ്മളിവിടെ ജീവിക്കുവാൻ. അപ്പോൾ യേശു ഉപവാസത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ടു. യഹൂദ മരുഭൂമിയുടെ ഉള്ളിലേക്ക് പോയി 40 ദിവസമായിരുന്നു. ആ സമയത്ത് വാട്ട് വാസ് ദ നെക്സ്റ്റ് തിങ്? There he was tempted by Satan. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് എന്തോ ഉണ്ടാകും? അവിടെ പറഞ്ഞാട്ട് ഈ ടെംപ്റ്റേഷനും ടെൻഷനും മാറാൻ വേണ്ടി ഉപവാസം ഇരുന്നത്. ത്രൂ ഔട്ട് യുവർ ഫാസ്റ്റിംഗ് എങ്ങും ഇല്ലാത്ത വിശപ്പ്. ഉപവാസം ഇരുന്ന് നോക്കിയേ, 2 സമയത്താണ്. ഉപവാസം ഇരിക്കുമ്പോഴും കൈ കാശില്ലാത്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ വിശപ്പുണ്ടാകുന്നത്. അല്ലാത്തപ്പോൾ ഒരു പ്രശ്നവുമില്ല. മുന്നിൽ ചോറ് നിരത്തി വെച്ചാൽ പോലും ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല. ചില സമയത്ത് അങ്ങനെ പോകത്തില്ല. വളരെ ടെംപ്റ്റേഷനാണ്. കണ്ണിന് മാത്രമല്ല കേട്ടോ, വായിക്ക് മാത്രമല്ല, വയറിന് മാത്രമല്ല, എല്ലായിടത്തും വിശപ്പുണ്ടാകും. ദ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് മീൻസ് അല്ലലിയ ദ ഈവിൾ ഡിസയേഴ്സ് വിൽ ബി അറൗണ്ട് യു. Satan was tempting him. Satan was tempting not after the fasting, throughout the fasting temptation will be so peak in your life. ഉപവാസത്തിൻ്റെ സ്പിരിച്വാലിറ്റിയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ അല്ലലിയ ഒന്നും പറയാതെ ഒരു കുഴപ്പമില്ലാതെ പോകുമ്പോൾ രാവിലെ എന്തെങ്കിലും പിള്ളേരെ കുസൃതി കാണിക്കും, ഉപവാസത്തിൻ്റെ അന്ന് എഴുന്നേറ്റ് രാവിലെ അവന്മാരെ ചാടിക്കും. അന്നത്തെ പ്രാർത്ഥന മൊത്തം, ഇതൊന്നും അനുഭവിച്ചിട്ടുള്ളവരല്ലയോ, മൊത്തം പോയി കിട്ടും. അല്ലല്ലേ, ഒരു കുഴപ്പമില്ല. ചുള്ളി ചാടി നൃത്തം ചെയ്ത് ആരാധിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്, അന്നത്തെ മൂഡ് മുഴുവൻ പോകും. അങ്ങനെയൊക്കെയാണ് ഉപവാസത്തിനകത്ത് പ്രതീക്ഷയാണ്. എക്സ്പെക്ട് ദീസ് തിങ്സ്. ദ ടെംപ്റ്റേഷൻ ഓഫ് ദ എനിമി വിൽ ബി സോ ഹൈ ആൻഡ് പീക്ക് ഡ്യൂറിങ് ദ സീസൺ ഓഫ് ഫാസ്റ്റിംഗ്. പിന്നെ മൂന്നാമത് അവിടെ നിൽക്കണേ. ഈ 40 ദിവസം ആരുണ്ടായിരുന്നു കൂട്ടത്തിൽ? വേറെ ആരും എഴുതാത്ത ഒരു മർക്കോസ് പറയുന്നത്, ഹി വാസ് വിത്ത് വൈൽഡ് ബീസ്റ്റ്, വൈൽഡ് ആനിമൽസ്. ഇതിനെയൊക്കെ തോൽപ്പിക്കാനാണ് ഉപവാസം. ഹാലൽ ഇന്ന് രാത്രി ഞാനൊരു 40 എണ്ണത്തിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങളെന്നെ ഇവിടുന്ന് ഓടിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാം പറയുന്നില്ല. എന്നാലും ഡ്യൂറിങ് ദ ഫാസ്റ്റിംഗ് വി നീഡ് ടു കോൺകർ എവറി ക്യാരക്ടർ, നേച്ചർ ഓഫ് ദ വൈൽഡ് ബീസ്റ്റ്. ഉപവാസ പ്രാർത്ഥനയിലാണ്. അവിടെ ആട്ടുംകുട്ടിയൊന്നുമല്ല വന്നത്, വൈൽഡ് ബീസ്റ്റ്, കാട്ടുമൃഗങ്ങളുണ്ടായിരിക്കും. ബൈബിളിൽ തന്നെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അലറുന്ന സിംഹം, അങ്ങനെയൊക്കെ സ്വഭാവം ഉണ്ടെങ്കിൽ ഉപവാസി വേണം തോൽപ്പിക്കാൻ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അലറുന്ന സിംഹം എന്ന പിശാചിൻ്റെ ചില നേച്ചറിനെ ആനിമലിൻ്റെ നേച്ചറുമായിട്ട് ബൈബിൾ കമ്പയർ ചെയ്യുന്നുണ്ട്. ഡ്യൂറിങ് ദിസ് ഫാസ്റ്റിംഗ് വി ഷുഡ് ബി ഏബിൾ ടു ടൈം അവർ ടങ്. നാവിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നത് ഉപവാസ പ്രാർത്ഥനയില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ അതർ ടങ്ങിനെക്കാട്ടി ബുദ്ധിമുട്ടാണ് മദർ ടങ്. ആർ യു വിത്ത് മീ? Speaking in other tongue, it's very easy now. Once you are filled with the Holy Spirit, you will be able to speak for an hour. പിന്നെ എന്നാലും ഒരു രസമുണ്ട്. എന്തിനാണ് ഈ അന്യഭാഷയിൽ സംസാരിക്കുന്നറിയാവും? ആരെങ്കിലും ആത്മാവിനെതിരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പോകുന്ന ജനറലി അറിയില്ലേ, എന്തിനാണ് അന്യഭാഷയിൽ സംസാരിക്കും? നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് എത്ര കാര്യം പറയാൻ പറ്റും ഒറ്റ ശ്വാസത്തിൽ? ഇപ്പോൾ ജോബിനിവിടെ തന്നെ നല്ല പാട്ടൊക്കെ പാടി, എന്നാലും ഒരു 5-8 വരി കഴിയുന്ന ഉടനെ പിന്നെ ആവർത്തനം വരും. നിങ്ങൾക്ക് കർത്താവിന് നല്ലവനും വലിയവനും വിശ്വസനും നീതിമാനും വലിയവനും മാറ്റമില്ലാത്തവനും എന്നൊക്കെ പറയും. പക്ഷേ ഒരു മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒന്നേ തുടങ്ങണം. കാരണം നമുക്ക് അത്രേ അറിയത്തുള്ളൂ, അല്ലേ? ഒരു 100 കാര്യത്തിൽ കൂടെ പറയാൻ പറ്റത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവിലാണെങ്കിൽ ദൈവത്തിൻ്റെ ആഴങ്ങളെ പറയാൻ പറ്റും.
That's why we are emphasizing the whole church to be filled with the Holy Spirit and speak in tongues. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തിൻ്റെ മർമ്മങ്ങളെ സംസാരിക്കുന്നത്. The mysteries that never revealed to anyone. The moment you begin to speak in tongues, you are revealing and the mysteries of God. You will be able to praise God beyond your comprehension. അപ്പോൾ അതുകൊണ്ടാണ് അന്യഭാഷ സംസാരിക്കേണ്ടത്. So we are encouraging the church to speak in tongues. Hallelujah. അന്യഭാഷ സംസാരിക്കാൻ വേണ്ടി സഭയെ നമ്മൾ എൻകറേജ് ചെയ്യുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ മർമ്മങ്ങൾ സംസാരിക്കുന്ന സെയിം ടൈം യു എഡിഫൈ യുവർ സെൽഫ്. തനിക്ക് തന്നെ എന്ത് വരുത്തുന്നു? ആത്മീയ വർധന വരുത്തുന്നു. ഇവിടെ ഇരുന്നുകൊണ്ടല്ലേ എൻ്റെ ചിലവ് സ്തോത്രം പറയിക്കാനൊന്നും ഞാൻ മെനക്കെടാൻ പോകുന്നില്ല. നിങ്ങളെല്ലാവരും ഒരു സ്തോത്രം പറഞ്ഞ് അല്ലേലിയ പറഞ്ഞ് നോ, അത് എനിക്ക് വേണ്ടി നിങ്ങൾ പറയുന്നത്. ആർക്ക് വേണ്ടി പറയണം? ദൈവത്തിന് വേണ്ടി പറയണം. അപ്പം അന്യഭാഷയിൽ നിറഞ്ഞ് ആരാധിക്കുവാൻ എന്നെങ്കിൽ മാത്രമേ ഈ അലറുന്ന സിംഹത്തെ കീഴ്പ്പെടുത്താൻ പറ്റത്തുള്ളൂ. കോപമൊക്കെ പോകണമെങ്കിൽ എന്ത് വേണം? ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ആരും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മൾ ഉപവസിക്കുന്ന മൊത്തം ജോലി കിട്ടാൻ വേണ്ടി, പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഈ സിംഹത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദ ഫാസ്റ്റിംഗ് പ്രെയർ മെൻറ്റ് ടു. അതുകൊണ്ട് നാളെ എഴുന്നേറ്റ് സാക്ഷ്യമൊന്നും പറയേണ്ട. കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾ 20 ദിവസം ഇരിക്കാൻ പോകുകയാണ്, എൻ്റെ കോപത്തെ നിയന്ത്രിക്കാൻ വേണ്ടി. സഭക്കാരെല്ലാം അന്നേരം അറിയും, ഇവൾ ഭയങ്കര കോപിയാണല്ലോ, ഈ മനുഷ്യൻ കോപിയാണല്ലോ. അന്ന് തൊട്ട് നിങ്ങളെ ആ കണ്ണിലെ കാണത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും സഭയെ സാക്ഷ്യമൊന്നും പറയേണ്ട. നിങ്ങൾ പ്രാർത്ഥനാ വിഷയം നിങ്ങൾ തന്നെ കീപ്പ് ചെയ്തോ. അതുകൊണ്ട് വിളിച്ചു പറയണം. അല്ലല്ല, എന്തിനെയാ കീഴ്പ്പെടുത്തേണ്ടതെന്ന് നിങ്ങളറിയണം. അതിനേറ്റു. പിന്നെ ചിലയിടത്തൊക്കെ അല്ലല്ല പാമ്പിൻ്റെ സ്വഭാവമുണ്ട്. സർപ്പം ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ, ഡിസീവിങ് സ്പിരിറ്റ്. അതുകൊണ്ടല്ലേ ഡബിൾ ഫേസ് ഒക്കെ കാണിക്കുന്നത് പാമ്പിൻ്റെ സ്വഭാവം. സഭയിൽ വരുമ്പോൾ ഭയങ്കര പ്രസംഗം, പാസ്റ്ററിൽ വെള്ള ഷർട്ട്, വട്ട കഴുത്ത്, മൊട്ടത്തല, എന്ത് രസമാണെന്നറിയാം അവിടെ നിൽക്കാൻ. വീട്ടിൽ ചെന്ന് ഭാര്യയോട് ചോദിക്കണം സ്വഭാവം എന്താണെന്ന് അറിയണമെങ്കിൽ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അല്ലല്ല, ജോലി ചെന്ന് ചോദിക്കണം, കുടുംബത്തിൽ ചോദിക്കണം, കുഞ്ഞുങ്ങളോട് ചോദിക്കണം. അല്ലല്ല, ഡാഡി സെയിം ആണോ മമ്മി സെയിം ആണോ എന്ന് അറിയണമെങ്കിൽ മുന്നിൽ ഇരുന്ന്. പണ്ടൊരു അമ്മച്ചി ഭയങ്കര അന്യഭാഷക്കാരി, ആരാധനക്കാരിയാണ്. പക്ഷേ ചെറുക്കിന് സ്വസ്ഥ കൊടുക്കുന്നില്ല വീട്ടിൽ. അവൻ അന്ന് പറഞ്ഞു, ഇന്ന് ഞാൻ ഈ തള്ളയുടെ ആരാധന നിർത്തിത്തരും. അമ്മച്ചി പറഞ്ഞു, പിന്നെ ഇവൻ വിചാരിച്ച എൻ്റെ ആരാധന നിൽക്കും. വീട്ടിലിങ്ങനെയാണെങ്കിലും പുള്ളിക്കാരി ഭയങ്കര കയ്യടിയും പാട്ടുമൊക്കെയാണ്. പക്ഷെ അന്ന് അവൻ വന്നിട്ട് തമ്പേർ അവനാണ് കൊട്ടിയത്. കാരണം പാട്ട് തീർന്നോനെ അവൻ തമ്പേർ നിർത്തി അമ്മച്ചി കൈയടിക്കാൻ പറ്റിയില്ല. അമ്മച്ചി തമ്പേറിൻ്റെ സ്പീഡിലാണ് കൈയടിച്ചുകൊണ്ടിരുന്നത്. തമ്പേർ കൂടിക്കൊണ്ടിരിക്കും തോറും ആരാധന വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞത് അല്ല, കുഞ്ഞുങ്ങളാണ് നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടത്. നമ്മുടെ വീട്ടിൽ നമുക്കൊരു ടെസ്റ്റ് മണി ഉണ്ടായിരിക്കണം. ബിൽഡപ്പ് എ ടെസ്റ്റ് മണി വിത്തിൻ യുവർ ഫാമിലി. ബിൽഡിങ് അല്ലെ, സഹോദരന്മാരുടെ ഇടയ്ക്കൊക്കെ. ഇവിടെ നിന്ന് എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോയി സാക്ഷിയൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ നമ്മുടെ ഇടയിൽ സാക്ഷ്യം ഉണ്ടായിരിക്കും. എൻ്റെ ഭാര്യ പറയണം, എൻ്റെ ഭർത്താവ് യഹോഭക്തനായിരുന്നു, എൻ്റെ ഭാര്യ യഹോഭക്തനായിരുന്നു, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു, ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളോട് സംസാരിച്ച അത്ഭുതങ്ങൾ എവിടെ എന്ന ഇത് ബൈബിളിലെ വാക്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇതൊക്കെ ചോദിക്കത്തക്കവണ്ണം യു നീഡ് ടു കീപ്പ് അപ്പ് എ ടെസ്റ്റ് മണി വിത്തിൻ യുവർ ഫാമിലി. അതിന് ആത്മാവിൽ നമ്മൾ അല്ലടിയ സർപ്പം ഉപായത്താൽ ഹവ്വായെ ചതിച്ച പോലുള്ള പാമ്പിൻ്റെ നേച്ചർ ഉണ്ടെങ്കിൽ, ജീസസ് വാസ് വിത്ത് വൈൽഡ് ബീസ്റ്റ്, നൺ ഓഫ് ദം വാസ് ഏബിൾ ടു കോൺകർ ഹിം. ഒന്നിനും അവനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. ത്രൂ ദ ഫാസ്റ്റിംഗ് ഹി വാസ് കോൺകറിങ് ഡേ ബൈ ഡേ, മൊമെന്റ് ബൈ മൊമെന്റ്, എവരി നേച്ചർ ഓഫ് ദ വൈൽഡ് ബീസ്റ്റ്. അല്ല, ചിലയിടത്ത് കുറുക്കന്മാരായിരിക്കും. ഹെരോദാവിനെ എന്താ വിളിച്ചത് യേശു? കുറുക്കനെന്നാണ് വിളിച്ചത്. കാരണം അല്ലടിയ ദൈവസഭയ്ക്ക് ദ്രോഹം ചെയ്യുന്ന കുറുക്കന്മാർ. അല്ലല്ലേ, ദൈവസഭ എന്ത് കണ്ടാലും ഹെരോദാവിൻ്റെ പുളിച്ച മാവ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ദ്രോഹം ചെയ്യുന്ന, പാപം ചെയ്യുന്ന, അതിനെയൊക്കെ കീഴ്പ്പെടുത്തുന്നത് ഈ ഫാസ്റ്റിംഗ് പ്രെയറിലാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ നന്നാകാൻ വേണ്ടിയ ഉപവാസം. എത്ര എൻ്റെ കൂട്ടത്തിലുണ്ട്? അയ്യോ, പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷമല്ലേ ഈ ഉപവാസം കഴിയുമ്പോൾ ഞാൻ നന്നാവുമെന്ന്. ഞാനിപ്പോൾ ശനിയാഴ്ച രാവിലെ കർത്താവിന് വരെ താമസമാണ്, ഞാനങ്ങ് പോകും. പക്ഷേ 21 ദിവസം കഴിയുമ്പോൾ രഹബോത്ത് ചർച്ചിലുള്ളവർ, ഇവിടെ ആരാധനയ്ക്ക് കടന്നു വരുന്നവർ ക്രിസ്തുവിൽ സഫലന്മാരായി മാറണം, ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവരാകണം. ദാറ്റ് ഈസ് ദ റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഗോഡ് ഈസ് എക്സ്പെക്ടിങ്. ദാറ്റ്സ് വൈ യു ആർ ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാണ് നിങ്ങൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നത്. ഹീ വാസ് വിത്ത് വൈൽഡ് ബീസ്റ്റ്. അല്ലല്ല, നീ ഓരോന്നോരോന്ന് പറഞ്ഞു പോയാൽ അല്ല തീരത്തില്ല. അതുകൊണ്ട് നിർത്തുക. നാലാമത്, ബട്ട് ത്രൂ ഔട്ട് ദ ഫാസ്റ്റിംഗ് പ്രയർ ദ ഏഞ്ചൽസ് വെയർ മിനിസ്റ്ററിങ് ആൻഡ് ജീസസ്. 40 ദിവസവും ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. ദർ വാസ് എ കോൺഫ്ലിക്റ്റ്, ദർ വാസ് സ്ട്രഗിൾസ്, ദർ വാസ് ചാലഞ്ചസ്, ബട്ട് സ്റ്റിൽ ഹി വാസ് എൻജോയിങ് ദ മിനിസ്ട്രി ഓഫ് ദ ഏഞ്ചൽസ്. ഉപവാസമൊക്കെ വിജയിക്കണമെങ്കിൽ ദൈവദൂതന്മാർ നമ്മളെ ശുശ്രൂഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് നിരാഹാരം കിടക്കുന്നതല്ലെന്നേ, ശത്രുവുമായിട്ടുള്ള പോരാട്ടമാണ്. ഹല്ലേലൂയ. വന്യജീവികളുമായുള്ള പോരാട്ടമാണ്. ആത്മീയ യുദ്ധക്കളമാണ്. ആത്മനിറവിൽ മരുഭൂമിയുടെ ഉള്ളറയിൽ ഇരിക്കുക. ഇവിടെ നമുക്ക് ജയം തരുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ തൻ്റെ ജനത്തിന് കാവലയച്ചിട്ടുണ്ട്.
അഗ്നിസേനകൾ, അഗ്നിദൂതന്മാർ ഇന്ന് രാത്രിയിലും ദൈവസഭയ്ക്കകത്ത് ഉലാവുന്നുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്തിനാ ദൈവം മോശയെ തടയുന്നത്? 4 കാര്യങ്ങളാണ് പറയുവാൻ എനിക്ക് താല്പര്യം. ഒരു കാര്യമെങ്കിലും ഇന്ന് രാത്രി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കണം. പ്രൈസ് ഗോഡ്. Can you read for me chapter 3, Exodus chapter 3 verse 5? മോശയ്ക്ക് പറയാം, എൻ്റെ മുമ്പിൽ ഞങ്ങൾ എടുക്കുമ്പോഴത്തേന് ഞാൻ പറയുകയാണ്, മോശയ്ക്ക് പറയാൻ വേണമെങ്കിൽ എൻ്റെ മുന്നിൽ പോയിരുന്ന ആരെയും ഇതുവരെ തടഞ്ഞിട്ടില്ല. ഹൗ മെനി ഷെപ്പേർഡ്സ് വർ ഫീഡിങ് ദർ ഷീപ്പ് ആൻഡ് ഗോയിങ് ത്രൂ ദ സെയിം പാത്ത്, ദേ മൈറ്റ് ഹാവ് നോട്ടീസ് ദിസ് ബേണിംഗ് ബുഷ്, ബട്ട് വൈ ഡിഡ് യു സ്റ്റോപ്പ് മീ? നീ എന്തിനാ എന്നെ തടഞ്ഞത്? ഹാവ് യു എവർ ആസ്ക്ഡ് ലൈക്ക് ദാറ്റ്? വേറെ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ, എനിക്ക് മാത്രം അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? വൈ ലോർഡ്? എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്ത് കഷ്ടം, ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എന്ത് കഷ്ടം വന്നാലും ഒറ്റ ചോദ്യമാണ് നമ്മളെന്താ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ പറഞ്ഞാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ മിടുക്കരാണെങ്കിൽ പറയണ്ട. കർത്താവ് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? പ്രൊമോഷൻ കിട്ടിയപ്പോൾ ചോദിച്ചായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സാലറി റൈസ് കിട്ടിയപ്പോൾ ചോദിച്ചു, എന്തിനാണ് എനിക്ക് ഇങ്ങനെ തന്നേന്ന്? അതെന്താ ചോദിക്കാൻ? ഞാൻ എല്ലാം അർഹതപ്പെട്ടതല്ലല്ലോ, അർഹതയില്ലല്ലോ. ദൈവദാസനോട് ഓർപ്പിച്ച് കണക്ക് കോട്ടയത്തും കോഴഞ്ചേരിയും കണ്ണൂരും കാസർഗോഡും ഹല്ലേലൂയ ഒക്കെ പറഞ്ഞ് നമ്മളെ ദൈവം മാനിച്ചിട്ട് ഏകദേശം ഹല്ലേലൂയ 1.5 മില്യൺ തൊട്ട് 3 മില്യൺ ആൾക്കാരെ ഉള്ളു അമേരിക്കയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. നമ്മൾ ഈ പറയുന്ന ഒത്തിരി ഉണ്ടെങ്കിലൊക്കെ അത് ഈ മലയാളം കമ്മ്യൂണിറ്റി എത്രയാണെന്നറിയാം. ഇത്രയും പേരുടെ നടുവിൽ നിന്ന് ദൈവം നിങ്ങളെ മാത്രം കൊണ്ടുവന്നത് നിങ്ങളുടെ വലിയ ക്വാളിഫിക്കേഷൻ കൊണ്ടൊന്നും അല്ല കേട്ടോ. വിശ്വാസമുണ്ടോ? ഒരു സ്തോത്രം. അതിനൊക്കെ പറഞ്ഞു. ഇത് എനിക്ക് വേണ്ടി പറഞ്ഞത് കേട്ടോ, ഞാൻ ഇത്രയും ഉത്സാഹിപ്പിച്ചില്ലേ. കാരണം ഒരു നന്ദി പറഞ്ഞാട്ടെ. ഞാനൊരു സാധാരണ ഞാൻ പറഞ്ഞില്ല, ഇംഗ്ലീഷ് മലയാളത്തിൽ പഠിച്ചാണ് ഞാൻ വന്നത്. കാരണം ഹല്ലേലൂയ കേരളത്തിൽ ഏതോ കുഗ്രാമത്തിൽ ജനിച്ചു വളർന്നിട്ട് അണക്കര ഇടുക്കി എന്ന സ്ഥലത്ത് ഹല്ലേലൂയ സാധാരണ ഒരു സ്ഥലത്താണ് ഹൈസ്കൂളിൽ പഠിച്ചത്. ടീച്ചർമാരില്ലാത്തതുകൊണ്ട് ഉച്ചവരെ ഉള്ളായിരുന്നു സ്കൂളിൽ. പിന്നെ കുറച്ച് തമിഴ് മീഡിയം അതുകൊണ്ട് തമിഴ് പഠിക്കാൻ പറ്റി, അതൊരു നല്ല കാര്യം, അതും പറ്റി. അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതത്തിലൊക്കെ വന്ന ദൈവം നമ്മളിങ്ങനെയൊക്കെ മാനിച്ചെങ്കിൽ എത്രമാത്രം ദൈവത്തിന് നന്ദി പറയണം. പ്രൈസ് ഗോഡ്. എനിക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതിന് എനിക്ക് ബെക്കും പാലസ് ജനിക്കണമായിരുന്നു. പക്ഷേ എൻ്റെ ചോയ്സൊന്നും അല്ല, ദൈവത്തിൻ്റെ നിർണ്ണയം ഇന്നതായിരുന്നു. എനിക്കൊരു സ്വപ്നമൊന്നും ഇല്ലായിരുന്നു, ദൈവത്തിന് എന്നെക്കുറിച്ച് സ്വപ്നം ഉണ്ടായിരുന്നു. നിങ്ങളുടെ സ്വപ്നമല്ല വലുത്, ദൈവത്തിന്. വാട്ട് ഈസ് ഗോഡ്സ് ഡ്രീം അബൌട്ട് യു? ഇവിടെ ഇരിക്കുന്ന അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾ വലിയ സ്വപ്നമൊന്നും കാണണ്ടെന്ന്. എന്തോ സ്വപ്നം, എൻ്റെ അപ്പനും അമ്മയ്ക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഇവൻ വളർന്ന് വലുതായിട്ട് വീടൊക്കെ ഞങ്ങൾക്ക് വെച്ച് തരും, ഞങ്ങളെ നോക്കുന്നൊക്കെ. എവിടെ ആ വർഷത്തിൽ ഒരിക്കൽ പോകുമ്പോൾ കണ്ടെങ്കിൽ പിന്നെ ദൈവകൃപയാൽ 3-4 പ്രാവശ്യം പോകാൻ പറ്റുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ദൈവത്തിൻ്റെ സ്വപ്നമാണ് ഡിഫറൻറ്റ്. ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. നിങ്ങൾ ഒത്തിരി തലതല്ലിക്കരഞ്ഞ് ഈ സ്വപ്നമൊന്നും കാണണ്ട. ഒത്തിരി സ്വപ്നം കണ്ടാൽ തകരുമ്പോൾ എന്തുണ്ടാകുന്നത്? വിഷമം. തമ്പുരാൻ നടത്തിക്കൊള്ളുന്നൊരു സ്തോത്രം പറഞ്ഞുകൊണ്ട് നടന്നാൽ അതിന് തെളിവ് നിങ്ങളെ ദൈവം നടത്തിയത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ദൈവം നടത്തിയെങ്കിൽ ഇവരെ നടത്തത്തില്ല. ഇത്രയും മണ്ടന്മാരായ, ഞാൻ എന്നെ കൂടെ ചേർത്ത് പറയും, ഇത്രയും മണ്ടന്മാരായ യാതൊരു കഴിവും പ്രാപ്തിയില്ലാത്ത നിങ്ങളെ ദൈവം നടത്തിയെങ്കിൽ നിങ്ങളുടെ മിടുക്കരായ കുഞ്ഞുങ്ങളെ ദൈവം നടത്തത്തില്ലേ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. മോശേ, ഞാൻ നിന്നെ തടയുന്നതിൻ്റെ പിന്നെ ഉദ്ദേശമുണ്ട്. യു നീഡ് ടു റിമൈൻഡ് ദാറ്റ് ടിൽ ഐ സേ ഓക്കെ ടു മൂവ് ഫോർവേഡ്. മുന്നോട്ട് പോകാൻ ഞാൻ സിഗ്നൽ തരുന്നത് വരെ അവിടെ നിന്നുകൊണ്ട് ചോദിക്കണം. അവിടെ കിടന്നുകൊണ്ട് 21 ദിവസം ഉപവസിച്ചൊന്നും പ്രാർത്ഥിച്ചുകളയല്ലേ, എന്തിനാ ദൈവം എന്നെ തടഞ്ഞത്? എന്തിനാ ദൈവം എന്നെ തടയുന്നത്? വൈ ദീസ് ഒബ്സ്റ്റാക്കിൾസ്, വൈ ദീസ് ഹർഡിൽസ്, വൈ ദീസ് പ്രോബ്ലംസ് ഇൻ മൈ ലൈഫ് എന്ന് ചോദിക്കണം. അനുഗ്രഹം വന്നാലും എന്ത് വന്നാലും ദൈവത്തോട് ചോദിക്കണം. ഇതിക്കുള്ളൊക്കെ ദൈവം എന്താ ചെയ്യേണ്ടത് നമ്മളോട്? ഇതിക്കുള്ളൊരു അനുഗ്രഹം തരാൻ പറ്റുമോ? നാട്ടിൽ പോയി ജീവിക്കാം. ഇവിടെ ഇരിക്കുന്ന അത്ര പേരും ധൈര്യത്തിൽ പറഞ്ഞു, ഞാൻ എന്തായാലും ഞാൻ നാട്ടിൽ ഇവിടെ എല്ലാവരും പറഞ്ഞില്ലേ ഒരു 10 വർഷം കഴിഞ്ഞാൽ എവിടെ പോകണമെന്ന് കൊണ്ടാണ് വന്നേ. അങ്ങനെ പറഞ്ഞ ആരെങ്കിലുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മക്കളൊക്കെ ഒരു പരുവാകുമ്പോൾ എവിടെ പോകണം? നാട്ടിൽ പോകണം. ഇപ്പോൾ പറയുന്ന കൊച്ചുമക്കളൊക്കെ ഒരു പരുവാകുമ്പോൾ നാട്ടിൽ പോകണം. ഇപ്പോൾ പറയുന്നത് അവരുടെ മക്കളൊക്കെ ഒരു പരുവാകുമ്പോൾ നാട്ടിൽ പോകണം. അന്നേരത്തെ നമ്മൾ വീട്ടിൽ പോകും. അതുകൊണ്ട് നമുക്ക് ഇതിനൊന്നും സമയമില്ല. ദൈവമക്കളെ നാട്ടിലൊന്നും പോകാൻ നമുക്ക് സമയമില്ല. ഇനി പോയാലും നിങ്ങളെ ആർക്കും അവർക്ക് പറഞ്ഞു അടച്ച അല്ലേ ചെല്ലുന്നുണ്ടോ ചോദിക്കുക എപ്പോഴാണ് പോകുന്നതെന്ന്. അങ്ങോട്ട് പെട്ടി അങ്ങോട്ട് വെക്കുന്നില്ല. വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വീട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് എപ്പോഴാണ് പാസ്റ്റർ തിരിച്ചു പോകുന്നതെന്ന് ചോദിക്കുന്നത്. കാരണം വരുന്ന കൊള്ളാം, ഒരു 2 ആഴ്ചക്കകം കൂടുതൽ തുടങ്ങും, നിൽക്കണ്ട എന്നുള്ള അർത്ഥത്തില്ലേ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ദൈവമക്കളെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാലമൊക്കെ കഴിയും, വലിയ സ്വപ്നമൊക്കെ. അതുകൊണ്ട് നാട്ടിൽ സ്വത്തും സ്ഥലവും വീടും ഒന്നും ആരും ഉണ്ടാക്കല്ല കേട്ടോ. എല്ലാവരുടെ കൂട്ടത്തിലുണ്ട്. പിണങ്ങിയോ? ഞാൻ കഴിഞ്ഞ ദിവസം സഭയിലും പറഞ്ഞു, ഇനി നാട്ടിൽ എന്നും ഉണ്ടാക്കണ്ട, സ്വത്തും സ്ഥലവും വീടും ഒന്നും ഉണ്ട്, അതെല്ലാം വിറ്റിട്ട് ദൈവസഭ വാങ്ങിക്കാൻ വേണ്ടി കൊടുക്കുക. പ്രശ്നം തീർന്നല്ലോ. ഇപ്പോൾ പ്രൈസ് ഹല്ലേലൂയ. അവിടെ പോയി നിങ്ങൾ 10 പ്രാവശ്യം പോകുന്ന വണ്ടിക്കൂലി മതി ഹല്ലേലൂയ, അത് വിറ്റിട്ട് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി. എന്തിനാ വർഷം പോയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇനി ആരും ഈ പിള്ളേരൊന്നും പോകരുത്. ഞാൻ എന്നോട് തന്നെ പറയുന്നത്, ഇതൊന്നും നാട്ടിലൊന്നും സ്വരുക്കൂട്ടിട്ട് കാര്യമില്ല. ദൈവം ആക്കിയിടത്ത് വിശ്വസ്തരായിട്ടിരിക്കട്ടെ. ഏത് സമയത്താണോ ഇയാളെ പ്രസംഗിക്കാൻ വിളിക്കുന്നത് നിങ്ങൾക്ക് തോന്നിക്കാണിപ്പോൾ.
ഞാനുള്ള കാര്യം തുറന്നു പറഞ്ഞിട്ടങ്ങ് പോവുകയാണ്. കാരണം ഇനിയൊന്നും ചരതിച്ച് കൂട്ടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ദൈവം വിശ്വസ്തനാ. ദൈവമക്കളെ, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഇത്രയും നാൾ 50 വർഷം ദൈവം നടത്തിയെങ്കിൽ ആ ദൈവം അവധിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. മേലാലും നടത്താൻ ദൈവം ആരാ? വിശ്വസ്തന. ശുശ്രൂഷ സംബന്ധമാണ്. അച്ഛനൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുന്നവരാ. ശുശ്രൂഷയ്ക്ക് പൊക്കോ, ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ കരുതിക്കോ. അതിനൊന്നും ഞാൻ എഗനിസ്റ്റ് അല്ല. കാരണം നിങ്ങൾ അവിടെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ഉറക്കം കളയുന്ന പരിപാടിക്ക് ചെന്ന് പെടലെന്നാണ് ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ സമയത്ത് തന്നെ പറയാറുണ്ടല്ലോ, നാളെ ഇത് 5 ദിവസം കഴിയുമ്പോൾ ലൈവ് പോകുന്ന എനിക്കറിയാം, കേട്ടാലും കുഴപ്പമൊന്നുമില്ല. എത്രയോ കർത്താവേ, ദൈവത്തിൻ്റെ ദാസനെ നാട്ടിലുള്ളൊരു സ്ഥലം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ 5 ഏക്കർ കിടക്കുന്നു, ഇവിടെ റബ്ബർ കിടക്കുന്നു, ഇവിടെ വീട് കിടക്കുന്നു, വിൽക്കാൻ വേണ്ടി. കാരണം ഉറക്കവും സ്വസ്ഥ. ഈ 80-ാമത്തെ വയസ്സിൽ ഇനി പോകാൻ പറ്റും, അതും പറ്റത്തില്ല. പവറോ പറ്റുവാണി കൊടുത്ത് മടുത്തിരിക്കുക. എന്തോ ചെയ്യാൻ പറ്റും? സമയങ്ങളെ വിറ്റ് അല്ലെ ഒന്നെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ദൈവസഭയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉപയോഗിക്കുക. സന്തോഷമായിരിക്കട്ടെ. ഇങ്ങനെ നെഞ്ചു തിരുമ്പി ജീവിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം പ്രൈസ് കൊടല്ലിയ ദൈവത്തോട് സംവാദിക്കണം. ഇവിടെ നിന്നുകൊണ്ട് ദൈവം മോശയോട് പറയുകയാണ്, അല്ലല്ലേ, എന്തിനാ ഞാൻ നിന്നെ തടഞ്ഞെന്നറിയാമോ? ഒന്ന് ഇനി വായിച്ചു. ഈ 2 കാര്യം നമുക്കൊന്ന് ചിന്തിക്കാൻ നോക്കാം. ചിലപ്പോൾ ഒന്നേ പറ്റത്തുള്ളായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് കാര്യങ്ങളുണ്ട്. നാളെ രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ട് ചിന്തിക്കാം. ഒന്ന്, ദൈവം പറയുകയാണ്, ബിഫോർ യു സ്റ്റെപ്പ് ഇൻ ടു മൈ മിനിസ്ട്രി ഓർ കം ഔട്ട് as a leader for the land of Israel, you need to know the certain things which I want to communicate with you. നിന്നോട് പറയാനുള്ള ചില കാര്യങ്ങൾ നീ അറിയണം. ഒന്ന്, നീ അറിയണം, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ വെളിപ്പാട്, നീ അടുത്ത ചുവട് വെക്കുന്നതിന് മുമ്പ്, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ്, ദൈവകാര്യത്തിന് വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ്, ദൈവസഭയ്ക്കകത്ത് ഇനി ഒരു പാട്ട് പാടുന്നതിന് മുമ്പ്. Are you with me? So sometimes I become a shrewd preacher because of the word that has given to me. It's a fire in my heart. അത് ബേൺ ചെയ്യുന്നുണ്ടാ. ഹല്ലേലൂയ. 2000 വരെ ഐ വാസ് എ ഡിഫറെൻറ്റ് പ്രീച്ചർ. എൻ്റെ ഇഷ്ടം പോലെ പ്രസംഗിക്കും. എനിക്കറിയാവുന്ന കഥകളും സംഭവങ്ങളും ഒക്കെ ആയിട്ട് നന്നായിട്ടൊരു ഒരു ഷേക്ക് ആൻഡ് ബേബി പ്രസംഗമൊക്കെ ആയിരുന്നു. ആൾക്കാരെയൊക്കെ ഒന്ന് ചിരിപ്പിച്ച് സന്തോഷമൊക്കെ പറഞ്ഞ് ഒരു പാട്ടൊക്കെ പാടി ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ 2000 പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പ്രീച്ച് ആൻഡ് പ്രീച്ച് ഓൺലി മൈ വേർഡ്. ഹല്ലേലൂയ. ഇന്ന് 24 വർഷമായി. ഹല്ലേലൂയ. 32ാമത്തെ വർഷമാണ് പ്രസംഗിക്കുന്നത്. ആദ്യത്തെ ഹല്ലേലൂയ 11 ഏകദേശം 10 വർഷം ഹല്ലേലൂയ എൻ്റെ ഇഷ്ടം പോലെ പ്രസംഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇനി എൻ്റെ ഇഷ്ടം പോലെ പ്രസംഗിക്കണം. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഇവിടെ തടഞ്ഞിട്ട് ദൈവം മോശയോട് പറയുകയാണ്, നീ അറിയണം, നീ നിൽക്കുന്ന സ്ഥലം എന്ത് സ്ഥലമാണ്? ഇറ്റ്സ് എ ഹോളി ഗ്രൗണ്ട്. ഈ വെളിപ്പാടോടെ whenever you lead the people, step out of this place throughout. Moses didn't know that he is going to lead the people for 40 years. അവൻ അറിയത്തില്ലായിരുന്നു 40 വർഷം നയിക്കണമെന്ന്. പക്ഷേ എവറി ഡേ നീ അറിയണം, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാണ്. ഇത് വിശുദ്ധ സ്ഥലമായത് നിൻ്റെ കഴിവ് കൊണ്ടല്ല, ഞാൻ അവിടെ ഉള്ളത് കൊണ്ടാണ്. ദൈവമുള്ള സ്ഥലം എന്ത് സ്ഥലമാണ്? വിശുദ്ധ സ്ഥലമാണ്. ഇറ്റ്സ് എ ഹോളി പ്ലേസ്. ഹല്ലേലൂയ. ഈ പുൽപ്പിറ്റ് അല്ലെങ്കിൽ ഇവിടെ നമ്മളിത് റെൻറ്റിനെടുത്തായിരിക്കും, ഇത് സഭ നടക്കുന്ന ആയിക്കോട്ടെ. ദ മോമെൻറ്റ് ദ പീപ്പിൾ ഓഫ് ഗോഡ് കം ഓവർ ഹിയർ, ഗോഡ് വിൽ മേക്ക് ഹിസ് പ്രസൻസ് ഹിയർ. ദെയർ യു നീഡ് ടു റെക്കഗ്നൈസ് ഇറ്റ്സ് എ ഹോളി പ്ലേസ്. ദൈവമുള്ള സ്ഥലം എന്ത് സ്ഥലമാണ്? വിശുദ്ധ സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ അശുദ്ധി കയറാത്ത സ്ഥലമാണെന്ന് വെളിപ്പാടുണ്ടായിരിക്കണം. എത്രയോ പ്രാവശ്യം മരുഭൂമി യാത്രയിൽ ദൈവം ആവർത്തിച്ച് മോശ മുഖാന്തരം ഇസ്രായേലിനോടത്തോട് പറയുന്നു, പാളയം വിശുദ്ധമായിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം എന്താ പറഞ്ഞതിൻ്റെ കാരണം? ദൈവം വരണമോ ആ സ്ഥലം വിശുദ്ധമായിരിക്കണം. If you want to see God dwell in your heart, if you want to see God abide in your family, if you want to see God fellowship with your house and people, you need to be holy as He is holy. That is the standard. അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും. എനിക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ കൂട്ടായിരിക്കണം എന്നല്ല, ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ ആരായിരിക്കണം? അതാ മിനിമം സ്റ്റാൻഡേർഡ്. അപ്പോൾ ദൈവം പറയുകയാണ് മോശയോട്, വിശുദ്ധിയെക്കുറിച്ചൊരു വെളിപ്പാടുണ്ടായിരിക്കണം. ദൈവമക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അതാണ്. വൈ ഡിഡ് ഗോഡ് ഹല്ലേലൂയ ചൂസ് യു? ദൈവം എന്തിനാണ് നിങ്ങളെ തിരഞ്ഞെടുത്ത്? നിങ്ങൾക്കറിയാമോ ദൈവം എന്തിനാണ് നിങ്ങളെ തിരഞ്ഞെടുത്ത്? ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പെട്ടെന്ന് സൈലൻ്റ് ആയിപ്പോൾ. എന്തിനാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത്? ഉറക്കെ പറഞ്ഞു, കേട്ടില്ല. ഉറക്കെ പറഞ്ഞോ. ചൂടുണ്ടെന്നല്ല, ഇച്ചിരി ചൂട് എനിക്ക് തോന്നുന്നു 80 ഡിഗ്രി ഒക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ല, നല്ലതല്ലേ? പുറത്ത് അതിനെക്കാട്ടി ചൂടുണ്ട്. പറഞ്ഞോ. വേഗം പറഞ്ഞാൽ വേഗം വീട്ടിൽ പോവാം. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, പിന്നെ അവൻ്റെ കൂടെ വസിക്കാൻ, വിശുദ്ധി ദൈവത്തെ ആരാധിപ്പാൻ. ഇതിങ്ങനെ എല്ലാവരും പോയിൻ്റ് നോട്ട് ചെയ്തോളാം കേട്ടോ. 7 പ്രസംഗത്തിനുള്ള കുറിപ്പുകളായി വരുന്നത്, ഉള്ളിലിരിക്കുന്നത്, അവസരം കിട്ടാത്തതുകൊണ്ട് പറയാത്ത. പറഞ്ഞു. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതിന് വിശുദ്ധിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ്. എഫെസ്യ ലേഖനം 1:4 നിങ്ങൾ അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ ക്രിസ്തുവിൽ എന്ത് ചെയ്തു? Why did God chose us? To be holy.
നിങ്ങൾ വിശുദ്ധരാകാനാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്. കുറഞ്ഞൊരു സ്വപ്നം ദൈവത്തിനില്ല. God's desire and dream about every single believer, even before the foundation of the world, He has chosen, hallelujah, each and every one, that we need to be holy in His presence. അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും. പ്രസംഗകരാകാനല്ല തിരഞ്ഞെടുത്തത്, അതൊക്കെ ശുശ്രൂഷയുടെ ഭാഗമാണ്. പ്രവാചകനാകാനല്ല തിരഞ്ഞെടുത്തത്, അത് വിളിയുടെ ഭാഗമാണ്. നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തത് നിങ്ങൾ വിശുദ്ധരാകാൻ വേണ്ടിയാണ്. That is the minimum requirement. That is the absolute requirement. Each and every one, we need to understand God has chosen that we may be holy in His presence. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരാകാനാണ് ദൈവം തിരഞ്ഞെടുത്തത്. Praise the Lord. അപ്പോൾ ദൈവിക തിരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശം നാം ആരാകണം? വിശുദ്ധരാകണം. ആ വിശുദ്ധി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രൈസ് ഗോഡ്. 2-3-4-5 പിള്ളേർ ഒരുമിച്ച് കൂടി ഒരു മോൻ പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറയുന്നത്, 3 boys and met together. My dad is a doctor, he practiced medicine. എൻ്റെ അപ്പൻ ആരാണ്? നമ്മളങ്ങനെയാണല്ലോ പറഞ്ഞത്. 80-ാമത്തെ വയസ്സിൽ MDO FRCC ഉള്ള ഡോക്ടറെ കുറിച്ചും പറഞ്ഞത് ഹീസ് പ്രാക്ടീസിങ് മെഡിസിൻ എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യുന്നത്? അതിന് മലയാളം കറക്റ്റ് അഭിപ്രായം. അപ്പം വേറെ ആൾ പറഞ്ഞു മൈ ഡാഡ് ഈസ് എൻ അറ്റോർണി ആൻഡ് ഹീ പ്രാക്ടീസ് ലോ ഇൻ ദ കോർട്ട്. അപ്പോൾ അനദർ പറഞ്ഞു മൈ ഡാഡ് ഈസ് എ പാസ്റ്റർ, ഹീ നെവർ പ്രാക്ടീസ് വാട്ട് ഹീ പ്രീച്ച്. നമ്മളിതൊന്നും പ്രാക്ടീസ് ചെയ്യാറില്ല. നമുക്കിതെല്ലാം അറിയാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? പ്രായോഗിക തലത്തിൽ കൊണ്ടുവരത്തില്ല. വചനം കേൾക്കുന്നുണ്ട്, നമ്മളൊന്നും പ്രാക്ടീസ് ചെയ്യത്തില്ല. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? ഇവിടെ വെച്ച് കേൾക്കുന്ന പ്രസംഗം, ഈ സഭയിലൊക്കെ കേട്ട പ്രസംഗം വെച്ച് നോക്കിയാൽ നമ്മൾ എവിടെ എത്തേണ്ടവരാ? ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാനും ഭൂട്ടാനിൽ പോയി കൺവെൻഷനൊക്കെ പ്രസംഗിക്കാറുണ്ട്. അവിടെ യേശു എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒന്ന് ഇരുന്നാൽ മതി, ബാക്കി അവർ കൊണ്ടുപോകും. തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ പോടറാന്ന് പറഞ്ഞാൽ മതി, അല്ലേ? ഒന്ന് കറക്കി കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ കഴിയണം നമുക്ക് അടുത്ത വാക്ക് പറയാനും. പിന്നെ നമുക്ക് വെള്ളമൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് വന്നാലും ഇവർ ആരാധന നടത്തത്തില്ല. കാരണം അവർക്കത് മതി. നമ്മളാണ് കേട്ട് അല്ലെങ്കിൽ താഴമ്പിച്ച് ഭാഷ പ്രസംഗിച്ച് കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ കിട്ടിയാൽ 8ാമത്തെ പോയിൻ്റൂടെ പറഞ്ഞ് നമ്മൾ വേണമെങ്കിൽ ആശ്വാസം പറയും. പക്ഷേ അധികം കേട്ടവൻ എന്ത് കിട്ടുമെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ വാക്യങ്ങളൊക്കെ അറിയാം. അധികം കേട്ടവൻ അധികം തല്ലുകൊള്ളാനുള്ള എല്ലാ വകുപ്പും ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. കേൾക്കും തോറും വരാത്തവർക്കായി സ്തോത്രം, അല്ലേ? ഇന്ന് വരാത്തവർക്കായി സ്തോത്രം. കേട്ട വചനം അനുസരിക്കണം, ഉപകാരമായി ഭവിക്കണം ദൈവവചനം. ഹല്ലേലൂയ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യണം. യു നീഡ് ടു പ്രാക്ടീസ് ഹോളിനെസ്. What we practice in our life, we practice many things. To sing a song, how many hours the servants of God are practicing, how many nights they were practicing clearing their throat, how many when you are playing the instrument, how many hours you are practicing. I know, I am seeing that in our church everywhere. But how many of you are practicing holiness? അതിന് പ്രാക്ടീസ് എന്നല്ല ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം 2 കൊരിന്ത്യർ 7:1 പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗാഡ്. ദൈവഭയത്തിൽ നിങ്ങൾ വിശുദ്ധിയെ തികയ്ക്കണം. ആകയാൽ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളെ നീക്കി ദൈവഭയത്തിൽ എന്ത് ചെയ്യണം? വിശുദ്ധിയെ. So every day it's an assignment for a single believer, those who are chosen by God to be holy in His presence. We need to practice this holiness every moment of your life. ഈ വിശുദ്ധി എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. To remove every guile, every wickedness, every sin, every trespasses from your body, your soul and mind, and perfecting holiness in the fear of God. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. How can I be holy today? The moment you get up from the bed, the first question you can ask yourself and ask God, how can I be holy, Lord, this day? ഇന്ന് രാവിലെ എനിക്ക് എങ്ങനെ വിശുദ്ധനായി ജീവിക്കാം? Praise God. അതൊരു വലിയ ചാലഞ്ചായിട്ട് അങ്ങ് എടുക്കണം. You know what is the first psalm in the Bible? First psalm in the Bible, you know that? കുഞ്ഞുങ്ങൾ പറഞ്ഞാട്ടെ, 1ാമത്തെ സങ്കീർത്തനം ഏതാ? If I was asked to write a psalm, I would have arranged Psalm 23 as the first psalm. നല്ല രസമല്ലേ? യഹോവ എൻ്റെ ഇടയനായി എനിക്ക് മുട്ടുണ്ടാകില്ല എന്നൊക്കെ വളരെ സത്യം. പക്ഷേ പുൽപ്പട്ടങ്ങൾ ശത്രുക്കളുടെ മുമ്പാകെ മേശ എന്ന് പറയുമ്പോൾ കുഞ്ഞമ്മ സാറാമ്മ അവറാമച്ചൻ ചിന്നമ്മയുടെയൊക്കെ മുഖം അങ്ങോട്ട് ഓർമ്മ വരും. ശത്രുക്കളുടെ മുമ്പാകെ കർത്താവ് എനിക്ക് മേശ ഒരുക്കുന്നു. അതൊന്നും അവരുടെ മുമ്പിലെ മേശയുടെ കാര്യമൊന്നും അല്ല പറഞ്ഞത്. അക്കരെ നാട്ടിൽ പോകത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന പിശാചിൻ്റെ മുമ്പാകെ ദൈവമക്കൾക്ക് ഒരുക്കുന്ന ആത്മീക സമൃദ്ധിയുടെ കാര്യമാണ്. അല്ലാതെ ഇവിടുത്തെ ചപ്പും ചവറും മണ്ണാങ്കട്ടയും ഒന്നും ദൈവം തരുന്ന കാര്യമല്ല ഈ ശത്രുക്കളുടെ മുമ്പാകെ മേശ. അങ്ങനത്തെ കോൺസെപ്റ്റ് സാക്ഷ്യം ആരും പറയേ ചെയ്യരുത്. ഹല്ലേലൂയ. ഇത് അക്കരെ നാട്ടിലേക്കുള്ള അതിനെക്കുറിച്ച് നന്മയും കരുണയും പുറകെ വരുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് പറഞ്ഞു വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞത്
ദൈവത്തിന് ഇഷ്ടം തോന്നി 1-ാം സങ്കീർത്തനം അങ്ങനെ വെക്കാൻ വേണ്ടി. എങ്ങനെ വെച്ചു? ഹല്ലേലൂയ. ഡു നോട്ട് വാക്ക് അക്കോർഡിംഗ് ടു ദ കൗൺസിൽ ഓഫ് ദ വിക്കഡ്, നോർ സ്റ്റാൻഡ് ഇൻ ദ പാത്ത് ഓഫ് ദ സിന്നേഴ്സ്, നോർ സീറ്റ് ഇൻ ദ സീറ്റ് ഓഫ് ദ സ്കോൺഫുൾ. നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, ദുഷ്ടന്മാരുടെ. നോ നോ നോ. ഇങ്ങനെ നടക്കാതിരിക്കുന്നവനെ ബൈബിൾ വായിക്കാമെന്ന് പറയുന്നു. ചാപ്റ്റർ 2 വേഴ്സ് 2 എന്താ പറയുന്നത്? മെഡിറ്റേറ്റ് ദ ഗോഡ്സ് വേർഡ് ഡേ ആൻഡ് നൈറ്റ് ആൻഡ് ഡിലൈറ്റ് ഇൻ ദാറ്റ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ. That means never get into verse 2 or 3 before doing the homework of verse 1. 1-ാം വാക്യം പ്രാക്ടീസ് ചെയ്യാത്തവൻ ഈ വചനം കയ്യിലെടുക്കല്ലേ. ഹല്ലേലൂയ. 50-ാം സങ്കീർത്തനത്തിലൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചലഞ്ച് ചെയ്ത് പ്രസംഗിക്കുന്നവനോട്, പാടുന്നവനോട്, പ്രാർത്ഥിക്കുന്നവനോട് ചോദിക്കുന്നു, എൻ്റെ വചനം നിൻ്റെ നാവിന്മേൽ എടുക്കുവാൻ ദുഷ്ട നിനക്കെന്ത് അധികാരം? Hallelujah. If you cannot reconcile with your husband or wife or church members or family or the colleagues or friends or whatever may be, you have no right to speak God's word. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വിശുദ്ധി ജീവിതത്തിൽ ദൈനംദിനം പ്രാക്ടീസ് ചെയ്യണം. കർത്താവേ, എനിക്ക് ഇന്ന് പകൽ എങ്ങനെ വിശുദ്ധനാകാൻ പറ്റും? ഒരു വലിയ ഈ ഫാസ്റ്റിംഗ് പറലൊക്കെ ദിസ് ഈസ് ദ പ്രയോറിറ്റി യു നീഡ് ടു ആസ്ക് ടു ദ ലോർഡ്. എങ്ങനെയാണ് നമുക്ക് വിശുദ്ധി കിട്ടുന്നത്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വിശുദ്ധി കിട്ടുന്നത് ഒന്ന് വചനത്താലുള്ള ശുദ്ധീകരണം. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ആരാകുന്നു? ദൈവവചനത്താൽ. ഇവിടെ പറഞ്ഞിട്ടുള്ളതായിരിക്കും, ബിക്കോസ് ഇതൊക്കെ ടെർമിനോളജിയൊക്കെ സ്ഥിരം പറയുന്നതാണ്. ശുദ്ധീകരിക്കുന്നതായിരിക്കണം വചനം. നമ്മൾ എവ്രി വേർഡ് ഷുഡ് സാങ്ക്ടിഫൈ അസ്. ഹല്ലേലൂയ. നമുക്ക് സന്തോഷിപ്പിച്ച വചനമല്ല ഇഷ്ടം. സാക്ഷ്യം പറയുമ്പോൾ എല്ലാവരും എങ്ങനെയാണ് പറയുന്നത്? ഇവിടെ സാക്ഷ്യം ഉണ്ടായിരിക്കും ഞായറാഴ്ച, എനിക്കറിയത്തില്ല, ഞായറാഴ്ച കൂടിയിട്ടില്ലല്ലോ. ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം എന്നെ നാട്ടിലെങ്കിലും വന്നവരാണല്ലോ. നാട്ടിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതൊക്കെ ഈ പായയുടെ വള്ളിയും കൊണ്ട് അടയാളമൊക്കെ വെച്ചിട്ട് സന്തോഷിപ്പിച്ച വാക്യം പറയത്തില്ലേ? പക്ഷേ ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല ശുദ്ധീകരിച്ച വചനം. എന്നെ ശുദ്ധീകരിച്ച വചനം. കഴിഞ്ഞ ഒരാഴ്ച ഈ വചനം വായിച്ചപ്പോൾ ആത്മാവെന്നോട് പറഞ്ഞു, ഈ സ്വഭാവം ശരിയല്ല, ഈ സ്വഭാവം മാറ്റണം. ഹാവ് യു എവർ എക്സ്പീരിയൻസ്ഡ് ഗോഡ്സ് വേർഡ് സ്പീക്കിംഗ് ടു യുവർ ഹാർട്ട്? ഇറ്റ്സ് എ 2-edged sword. ഇരുവായത്തിലുള്ള. അതിനെന്താ നിങ്ങൾ സാധാരണ കേട്ടിട്ടുള്ള വ്യാഖ്യാനം എന്ന് പറഞ്ഞാട്ട്? എനിക്കെന്നറിയാൻ വേണ്ടിയാണ്, ഞാനും കേട്ടുള്ളതാണെന്നറിയാൻ. 9 മണിക്ക് നിർത്താം, 5 മിനിറ്റേ ഉള്ളൂ, പേടിക്കൊന്നും വേണ്ട. സമയത്ത് പിന്നെ അല്ല 9:30 നിർത്താം പാസ്റ്റർ, പേടിക്കൊന്നും വേണ്ട. പറഞ്ഞു, എന്താ ഈ 2-edged swordൻ്റെ അർത്ഥം? ഇത് ആരുടെ പാസ്റ്റർമാർ നമ്മളെ പറഞ്ഞ് പറ്റിച്ചതാണ്. ഇവിടെ നമുക്കാകെ അറിയാവുന്ന ബൈബിൾ ഇവിടുന്ന് പറയുന്നതാണ്. കാരണം ഇത് പറയുന്നവരെ കേൾക്കുന്നവരെയും എല്ലാ വാളും, നിങ്ങൾ ലോകത്തിൽ പോയി എല്ലാ രാജാക്കന്മാർ വാള് നോക്കിയോ, എല്ലാ വാളിനും 2 വശമുണ്ട്. ബൈബിൾ മാത്രമല്ല, രാജാക്കന്മാരുടെ എല്ലാ നമ്മുടെ വീട്ടിൽ വെട്ടുകത്തിയല്ല, വാളിന് എന്തോ ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഷാർപ്പർ ദാൻ എനി 2-edged sword എന്നേ ഉള്ളൂ. ഇരുവായത്തിലുള്ള വാളുകളാണ് ലോകം മുഴുവനുള്ളത്. പക്ഷേ അതിനേക്കാട്ടിൽ എന്താണ്? മൂർച്ചയാണ്. ആ മൂർച്ച എന്താണെന്നാണ് യേശു യോഹന്നാൻ 15:2-3 പറഞ്ഞത്. 2 സ്വഭാവമാണ്. ദ 2 ministry ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. നമ്പർ 1, എനിത്തിങ് ദാറ്റ് ഡസ് നോട്ട് ബെയർ ഫ്രൂട്ട് ഐ വിൽ കട്ട് ഇറ്റ് ഓഫ്. ഒന്നാമത്തെ മിനിസ്ട്രി, ഒരു എഡ്ജ് ചെയ്യുന്നത്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും ഞാൻ എന്ത് ചെയ്യുന്നു? വെട്ടിക്കളയുന്നു. 2, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന്. ദിസ് ഈസ് ദ 2-edged ministry ഓഫ് ദ sword ഓഫ് ഗോഡ്. ദൈവവചനത്തിൻ്റെ 2 വശം. ഒന്ന്, പ്രയോജനമില്ലാത്തത് വെട്ടിക്കളയുകയും പ്രയോജനമുള്ളതിനെ ചെത്തി മിനുക്കുകയും ചെയ്യുന്നു. That means never ever a child of God is out of pain of the word of God. ദൈവവചനത്തിൻ്റെ മുറിപ്പെടുത്തുന്ന ശുശ്രൂഷയിൽ നിന്ന് ഒരിക്കലും ഒരു ദൈവ പൈതൽ ഒഴിഞ്ഞിരിക്കുന്നില്ല. ഹല്ലേലൂയ. ഈ സർജൻ്റെ അല്ലെങ്കിൽ പ്രൊസീജിയർ ചെയ്യുന്ന ഡോക്ടറുടെ സിസേഴ്സ് പോലെ അല്ലെങ്കിൽ നൈഫ് പോലാണ്. എന്തിനാ? നിങ്ങൾ മുറിക്കും തോറും ഡെലിവറൻസാണ്. ഓരോ സർജറിയും ഒരു ഡെലിവറൻസാണ്. അത് മനസ്സിലാക്കണം. ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ വെച്ച് കെട്ടുന്ന പാമ്പറിങ് തോട്ടല്ല. The ministry of the word of God is not just to pacify or you give you an excitement. It's the ministry of cutting. It's a ministry of pruning. It's a ministry of building you up so that we can grow together in unity for Christ. Hallelujah. ദൈവവചന ശുശ്രൂഷയിൽ കൂടെ ചെത്തണം. അങ്ങനെ പെർഫെക്റ്റിംഗ് ഹോളിനെസ് വരത്തുള്ളൂ. വചനത്താലുള്ള ശുദ്ധീകരണം. You remember the story in the book of Genesis, the very first book, when God sent the Adam and Eve out of the garden, He placed the angels there with the flaming sword. Have you ever read that? മിന്നുന്ന ചുറ്റിത്തിരിയുന്ന വാളുമായിട്ടാണ് ആരെ നിർത്തിയത്? ദൂതന്മാരെ, കെരൂബുകളെ നിർത്തി. ഇനി നിങ്ങൾക്ക്
തിരിച്ച ഏദൻ തോട്ടത്തിൽ കയറണമെന്ന് വെച്ചു. എൻ്റെ ലോജിക്കാണ്. എന്തു ചെയ്യണം? അവിടെ ദൂതന്മാർ ചുറ്റിത്തിരിയുന്ന വാളുമായിട്ട് നിൽക്കുകയാണ്. ആദം പറയുക, അവ്വ നമുക്ക് തിരിച്ചാ തോട്ടത്തിൽ കയറാം. എന്ത് സംഭവിക്കും? ഉറക്കെ പറഞ്ഞാട്ട്. വെട്ടുകൊള്ളാൻ തയ്യാറാണെങ്കിൽ അകത്ത് കയറാം. ആ ഒരു ചലഞ്ച് ഒന്ന് എടുത്ത് നോക്കി. ഇഫ് യു ആർ റെഡി ടു ബി സ്ട്രൈക്ക് ബൈ ദ സോഡ്, യു വിൽ ബി ഏബിൾ ടു എൻ്റർ ഇൻ ടു ദാറ്റ് ഗാർഡൻ. വചനത്തിൻ്റെ വെട്ടുകൊണ്ടെങ്കിൽ മാത്രമേ ദൈവസഭയ്ക്കകത്ത് നിൽക്കാനും, ഹല്ലേലൂയ, ദൈവരാജ്യ പ്രവേശനം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇടുക്കുവാതിലിലൂടെ അകത്ത് കടക്കുവാൻ ഉത്സാഹിപ്പീൻ. വചനത്തിൻ്റെ വാതിൽ ഇടുക്കമുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ആൻ ഈസി വേ പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗാഡ്. This night the Spirit of the Lord is giving me a message to speak to the church, to all generation, from the little one to the older one. Hallelujah. Building up your spirituality, grounded, established, rooted absolutely in the word of God. ദൈവ വചനത്തിനകത്ത് വേരൂന്നി വേണം ദൈവസഭ വളരുവാൻ. പെർഫെക്റ്റിംഗ് ഹോളിനെസ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാണോ അല്ലയോ എന്ന് അറിയുന്നത് വചനത്തിൽ കൂടെയാണ്. അപ്പോൾ ഒന്ന്, He has chosen us with a purpose and dream that we need to be holy in His presence. We need to practice that holiness day by day, perfecting holiness. We will never ever become perfect, but we are continually on that journey or process. We are working out our salvation with fear and tremble. But one day, നമ്മുടെ അൾട്ടിമേറ്റ് ഗോള് യൂദായുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 24-25 പറയുന്നുണ്ട്. അത് നമ്മൾ ആശീർവാദം പറയാനുള്ള വാക്യമല്ല. വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ചേ അവൻ്റെ മഹിമയുള്ള സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി. That is our ultimate goal. One day when I stand before the throne of grace, stand before God, I will be blameless. Hallelujah. കളങ്കമില്ലാത്തവരായി നിൽക്കും. മോശയോട് ദൈവം സംസാരിക്കുന്ന 1-ാമത്തെ പദം നീ അറിയണം. ബിഫോർ യു ബിക്കം എ ലീഡർ ഓഫ് ദ ഇസ്രായേൽ, before you become a husband or a wife or a parent, before you become a pastor or a leader, God's first call and His encounter with you to make you sure that the ground which you are standing, it's a holy place because I have come down to visit this place, and whenever you come to my presence, you make sure that you are holy as I am holy. ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഉറപ്പാക്കേണ്ട 1-ാമത്തെ തത്വം വിശുദ്ധരായിരിക്കാനുള്ള ഒരു ശ്രമമാണ്. ഹല്ലേലൂയ. അങ്ങനെ വിശുദ്ധരായിരിക്കണമെങ്കിൽ കൈ നിങ്ങൾക്ക് ഇറച്ചു വരത്തിൽ എന്ത് ചെയ്യണം? പേടി അതൊക്കെ പറയാൻ. കൈ നിങ്ങൾക്ക് ഇറച്ചു വരുത്തിയാൽ വെട്ടിക്കളയണം. കണ്ണിറച്ചു വരുത്തിയാൽ, അതൊക്കെ ഒറ്റപ്പെട്ട ശബ്ദങ്ങളെ വരുന്നുള്ളൂ. കണ്ണ് നിങ്ങൾക്ക് ഇറച്ചു വരുത്തിയാൽ ചൂട് നിങ്ങൾ ഗോഡ് ഇറ്റ് ഔട്ട്. കാലിറച്ചു വരുത്തിയാൽ, simple principle. God says that if you want to enter into the kingdom of God, the things that is against the will of every work need to cut off. ദൈവഹിതമില്ലാത്ത പ്രവൃത്തി മുറിക്കണമെന്ന് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഒറ്റക്കയ്യന്മാരെയും 2 കാലില്ലാത്തവരെയും കൊണ്ട് സ്വർഗരാജ്യം നിറയ്ക്കുന്ന ശുശ്രൂഷയല്ല ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി. വചനത്തിൻ്റെ ശുശ്രൂഷ വിശുദ്ധരായി മാറണമെങ്കിൽ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തി, എത്രയോ പ്രാവശ്യം ഞാൻ പ്രസംഗിക്കുന്ന വചനം എന്നോട് സംസാരിക്കും. ചില കുഞ്ഞുങ്ങളൊക്കെ എഴുന്നേറ്റ് when they are exhorting 10 minutes or 20 minutes, Spirit of the Lord began to speak to me that you need to change your attitude. അങ്ങനെ എത്രയോ പ്രാവശ്യം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇനി എന്തൊക്കെ മാറ്റാനുണ്ടെന്ന് ഓരോ ദിവസവും. Even after preaching for 34 years, 32 years, still I cry, Lord, what is the change I need to make in my life? കർത്താവെ, കണ്ണടച്ചു വരുത്തിയാൽ, if you are watching something that is certainly not desirable to a child of God, put a full stop for that. ഹല്ലേലൂയ. ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കാം, പക്ഷെ അവർ നമ്മുടെ ആത്മീയം ചോർത്തിക്കളയുന്ന എന്തെങ്കിലും കാഴ്ചയാണെങ്കിൽ അന്നേരം നിർത്തിക്കോണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ജനറേഷൻ ചിലരും പ്രായമുള്ളവരൊക്കെ ന്യൂസ് ആണെങ്കിലും വേണ്ടിയില്ല, നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷേ never give an opportunity for anything to covet your prime time that you need to spend with God. എല്ലാവർക്കും കൊടുത്തിട്ട് മിച്ചമുള്ള സമയമല്ല ദൈവത്തിന് കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. എല്ലാം ചെയ്തിട്ട് ചിലർക്ക് പറഞ്ഞില്ലയോ, ഇന്ന് പ്രാർത്ഥിക്കാൻ ഒട്ടും എന്ത് കിട്ടിയില്ല. അപ്പം ഞാനല്ല പറഞ്ഞത്, നിങ്ങളാ പറഞ്ഞത്. പ്രാർത്ഥിക്കാൻ ഒട്ടും കഴിച്ചോ? പിന്നെ ഒന്നിന് പകരം 4 നേരം കഴിച്ചല്ലോ. ജോലിക്ക് പോയോ ഇല്ലേ ഓരോ അറിയും. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിച്ചില്ലല്ലോ, അയ്യോ ദൈവം കരുണവാനായ ദൈവമല്ലേ. സന്ധ്യ ആകുമ്പോൾ എല്ലാം ചെയ്ത് കൂട്ടിയിട്ട് കർത്താവ് നീ സകലം അറിയുന്നല്ലോ, മാത്രം ഇതാ മലക്കുന്നു എന്ന് പറഞ്ഞ് ഒറ്റക്കടപ്പ. കാരണം അതിന് മാത്രം എന്തോ ഇല്ല, സമയമില്ല. ബാക്കി എല്ലാത്തിനും നോക്കി അലച്ചു നോക്കി 5-6 മണിക്കൂറൊക്കെ ഗെയിമൊക്കെ കണ്ടിരുന്നാൽ ഒരു ക്ഷീണം. അയ്യോ 5 മണിക്കൂറായി, എപ്പോൾ തുടങ്ങിയതാണ് കളി, തീർന്നില്ലല്ലോ. അല്ലല്ലോ ഈ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പിള്ളേരൊക്കെ ഇപ്പോൾ എന്തോ ബഹളോ ചാട്ടോ പറഞ്ഞു. മമ്മി 10 more minutes will come. ഒരു കുഴപ്പമില്ല. 23-ാം സംഘത്തിനും 6-ാം വാക്യം എത്തുന്നതിന് മുമ്പ് പോയി, കണ്ണങ്ങ് അടഞ്ഞു, തൂക്കം വന്നു പോയി. എന്താ കാരണം? ആ സ്നേഹം.
ഉള്ളിലകത്തോട്ട് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ. ഇന്ന് രാത്രി കാലം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാഹചര്യം, ഇത് വിശുദ്ധ സ്ഥലമാണ്. നെവർ പ്ലേ വിത്ത് യുവർ അനോയിൻറ്റിങ്. ഇന്ന് രാത്രികാലം വിശുദ്ധ സ്ഥലമാണ്. ഒരു ഏണസ് ക്രൈ ഉണ്ടായിരിക്കണം. അത് വിശുദ്ധി തികയ്ക്കുന്ന ഒന്ന് വചനത്താൽ, രണ്ട് ആത്മാവിനാലുള്ള ശുദ്ധീകരണം, പരിശുദ്ധാത്മാവിനാൽ സാങ്ക്ടിഫിക്കേഷൻ ത്രൂ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിലുള്ള ശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. You are filled with the Holy Spirit, not only speak in tongues, couple of words, or just saying a word of prophecy or preaching or talent to demonstrate your talents. Also, it's there. It's only 10%. The other side of worship, the right side, we forget about that. എബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു. എബ്രഹാം എങ്ങനെയുള്ളതാണ്? മറിച്ചിടാത്ത ദോശ കഴിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ ഉള്ള? എല്ലാവരും ദോശ കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുമാതിരി ഹിന്ദി എനിക്ക് ദോശ ഇഷ്ടമല്ല, ഉള്ള കാര്യം പറയാം. പക്ഷേ എല്ലാവർക്കും എന്തോ ഇഷ്ടമാണ്? ദോശ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ പറയണം. അതുകൊണ്ടാണ് അങ്ങനെ ട്രാൻസ്ലേഷൻ വന്ന കേക്കാണ്, എന്തു ആയിക്കൊള്ളട്ടെ. ദോശ ഒരു സൈഡ് അങ്ങോട്ട് ഇട്ടു, അവിടെ ഇരുന്ന് അങ്ങ് നല്ലപോലെ വെന്ത് പരുവായി മിടുക്കൻ. എന്തോ പാട്ടാണെന്നറിയുമ്പോൾ ഭാഷ 1 2 3 അന്യഭാഷ ചറവറ പറയും. ഒരു സൈഡ് നല്ലപോലെ വെന്തിരിക്കും, മറ്റേ സൈഡ് മറിച്ചിടാഞ്ഞുകൊണ്ട് പച്ച മാവിൻ്റെ മണം എന്തിട്ടില്ല. അങ്ങനെ നമ്മുടെ പല ആത്മീയവും പ്രൈസ് ഗോഡ് ജഡം മരിക്കാത്ത, തീക്കകത്ത് വേകാത്ത ഒരു സ്പിരിച്വാലിറ്റി നമുക്കുണ്ട് കേട്ടോ. വി നോ ഹൗ ടു സ്പീക്ക് ടു അവർ ഫ്രണ്ട്സ്, ബട്ട് വി ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക് ടു അവർ ഹസ്ബൻഡ് ഓർ വൈഫ്. പ്രൈസ് ദി ലോർഡ്. We know how to hang around with our friends in the schools and college, but we don't know how to be associated and fellowship with our fellow brothers and fellow our parents, our church family. ഇതൊക്കെ നമ്മുടെ ഇന്ന് രാവിലെ രാത്രി നമുക്ക് മാറണം. ദൈവസന്നിധിയിൽ മറിച്ചിടണം. രണ്ട് വശവും വേഗണം. We need to think about the other side of every spirituality. ഒരു കോയിന് രണ്ട് വശമുണ്ട്. ഒരു സൈഡ് വളരെയാണ്, $100 well printed. If the other side is blank, there is no value for that. ഇന്ന് രാത്രി രണ്ട് വശവും ജീവിതവും ശുശ്രൂഷയും ഒരുപോലെ കൊണ്ടുപോകണം. ആത്മാവിനാലുള്ള ശുദ്ധീകരണം, പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും എന്നുള്ള പദം പറയുന്നതിന് മുമ്പ് ആത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും this is the primary evidence that I am filled with the Holy Spirit. ഞാൻ ആത്മാവിൽ നിറഞ്ഞതിൻ്റെ ഒന്നാമത്തെ തെളിവ്. ഹല്ലേലൂയ. എനിക്ക് 1.5 മണിക്കൂർ പ്രസംഗിക്കാൻ പറ്റിയതെന്നല്ല ഒന്നാമത്തെ തെളിവ്. ആത്മാവിൽ നിറഞ്ഞതിൻ്റെ ഒന്നാമത്തെ തെളിവ് എനിക്ക് ചറവറ അന്യഭാഷ പറയാവുന്നല്ല. ഇതൊക്കെ ഒരു സൈഡാ. ആത്മാവ് വന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം പാപബോധം. ഹല്ലേലൂയ. ഒരാളോടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് കുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞെന്നാണ്. Before the sun goes down, I want to reconcile with my wife or a husband or a church member or a family or a pastor. That means you are filled with the Holy Spirit. നിങ്ങൾക്ക് കുറ്റബോധമുണ്ടായിട്ട് പരിഹാരം വരുത്തുവാൻ നിങ്ങളുടെ അകത്ത് ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ ആത്മനിറവിൽ ആയി എന്നതിൻ്റെ തെളിവാണ്. Hallelujah. Hallelujah. I know that it may not be an exciting message tonight. I didn't plan to preach like that, but the Spirit of the Lord took my focus away from what I was supposed to speak. ഇന്ന് രാത്രി ആത്മാവ് അങ്ങനെ പറയുന്നു. രണ്ട്, നിങ്ങൾ ആത്മനിറവിൻ്റെ ലക്ഷണമാണ് നീതിബോധം. പ്രൈസ് ഗോഡ് അല്ലേ. വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്, ടു ഡിസേൺ ദാറ്റ് ബിറ്റ്വീൻ. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വകതിരിവാണ് ആത്മനിറവിൻ്റെ ലക്ഷണം. ഈ എന്തെവിടെ പറയണം, എന്തെവിടെ പറയരുത്, ആരോടെങ്ങനെ ഇടപെടണം, ആരോടെങ്ങനെ ഇടപെടരുത് എന്നതിൻ്റെ തെളിവാണ് നിങ്ങൾ ആത്മനിറവിൻ്റെ തെളിവാത്. 3, ന്യായവിധി ബോധം. When the Spirit of the Lord comes upon you, you will be convicted of your sin, righteousness and judgment. ന്യായവിധി എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന സകല ശിക്ഷ പ്രവൃത്തികൾക്കും ഈ ജഡത്തിൽ വെച്ച് തിരിച്ചടികൾ ഉണ്ടാകും ഏറ്റു പറഞ്ഞില്ലെങ്കിൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അന്ത്യന്യായവിധിക്കും വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കൊന്നും വേണ്ട. ഈ മണ്ണ് വിട്ടു പോകുന്നതിന് മുമ്പ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത സകല പ്രവൃത്തികൾക്കും ശിക്ഷാവിധികളുണ്ട്. ജഡത്തിൽ ചെയ്യുന്ന ശിക്ഷകൾക്ക് ജഡത്തിൽ തിരിച്ചടികൾ ഉണ്ടാകും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ആത്മനിറവിൻ്റെ ലക്ഷണം പാപബോധം, നീതിബോധം, ന്യായവിധി ബോധം. അതിനൊരു ഉദാഹരണമാണ് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ തൻ്റെ അഗ്രിപ്പ രാജാവിൻ്റെയും അല്ലെങ്കിൽ ഫെലിക്സിൻ്റെ മുമ്പിൽ ഒരു പ്രസംഗം പ്രസംഗിച്ചു. പ്രസംഗിച്ച വിഷയം ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. നീതി മാനസാന്തരം, നീതി, ഇന്ദ്രിയജയം. ഈ 3 ടോപ്പിക്ക് അടിസ്ഥാനമാക്കി ഒരു പ്രസംഗം പ്രസംഗിച്ചപ്പോൾ ഫെലിക്സിൻ്റെ മുഖഭാവം മാറിയെന്നാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇനി അടുത്ത പ്രാവശ്യം പ്രസംഗത്തിന് വിളിക്കാം, ഇപ്പം നമുക്ക് ആശീർവാദം പറയാമെന്ന് പറഞ്ഞു. എന്താ കാരണം? പുള്ളി വിറച്ചുപോയി. ജഡത്തെ കീഴ്പ്പെടുത്തണം മനുഷ്യ. ഹല്ലേലൂയ. നന്നാവണമെങ്കിൽ നീതിയോടെ ജീവിക്കണം. രാജാവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിന് തിരിച്ചടി ഉണ്ടാകും എന്ന് ന്യായപ്രമാണം തെളിവാക്കിക്കൊണ്ട് യേശുവിൻ്റെ സുവിശേഷം അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഫെലിക്സിൻ്റെ മുഖഭാവം മാറി.
പിന്നീട് ഒരിക്കൽ കേൾക്കാമെന്ന് പറഞ്ഞ് ഭാര്യ ബർന്നീക്കുമായി എഴുന്നേറ്റ് പോയി. എന്താ കാരണം? പാപബോധമുണ്ടാകണം വചനത്തിൻ്റെ. ഇന്ന് പകൽക്കാലം അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ ആത്മനിറം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലം. മോശേ, കഴിഞ്ഞ 40 വർഷമായിട്ട് യു ആർ ഹല്ലേലൂയ വാണ്ടറിങ് ഇൻ ദ വിൽഡർനെസ് ഓഫ് മിഡിയാൻ. യു ആർ ദ ബ്യൂട്ടിഫുൾ ബ്ലെസ്ഡ് സൺ-ഇൻ-ലോ ഓഫ് ദ പ്രീസ്റ്റ് ഓഫ് മിഡിയാൻ, ജിത്രോവിൻ്റെ മരുമകനായിട്ട് നന്നായിട്ട് ജീവിച്ചു. സിപ്പോറയ്ക്ക് നല്ല ഭർത്താവ്, അല്ലെങ്കിൽ ഗോർഷോമിനും നല്ല അപ്പൻ. പക്ഷേ എൻ്റെ മുമ്പിൽ വരുമ്പോൾ നീ വിശുദ്ധനായിരിക്കണം. എല്ലാ കണ്ണും അടച്ചാട്ടെ, ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോയി. ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി ഐ എൻകറേജ് ദ ചർച്ച് ടു മേക്ക് എ കമ്മിറ്റ്മെൻറ്റ് ടു നൈറ്റ് റിഗാർഡ്ലെസ് ഓഫ് യുവർ ഏജ്. കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥന എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം എന്നെ തടഞ്ഞിരുത്തിയിരിക്കുകയാണ്. I could have gone for work, I could have gone for my business, or I could have stayed back in my house, but I chose to be in the sanctuary. ഇന്ന് രാത്രി ഇവിടെ വരാൻ ഞാൻ തീരുമാനിച്ചു. പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുവന്നാന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഡു യു ബിലീവ് ദാറ്റ് ഗോഡ് ബ്രോട്ട് യു ഇൻ ദിസ് പ്ലേസ്? അതിനൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ഈ വചനത്തിൻ്റെ മുമ്പാകെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കൊണ്ട് നിർത്താൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും ആത്മാവിനെ ഹേമിപ്പിക്കുന്നു. ദൈവം എന്തിനാണ് നിങ്ങളെ തടയുന്നതിന് ഒന്നാമത്തെ കാരണം ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചൊരു വെളിപ്പാടുണ്ടാകണം. പെന്തിക്കോസ്തുകാരന് നഷ്ടപ്പെട്ടു പോയത് വിശുദ്ധിയുടെ മൂല്യമാണ്. വൈ ഡു വി ബിക്കം ഐ ആം ഓൾസോ എ പാർട്ട് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒക്കെ സഭയ്ക്കായി സംഘടനകൾക്കായി സ്തോത്രം. വൈ ഡു വി ബിക്കം എ പബ്ലിക് സ്പെക്ടാക്കിൾ ബിഫോർ ദ പീപ്പിൾ നേഷൻ? എന്തുകൊണ്ട് ജാതികളുടെ മുമ്പിൽ ദൈവ സംഘടനകൾ, ദൈവത്തിൻ്റെ പേര് പറയുന്ന സംഘടനകൾ, അത് അസംബ്ലീസ് ബോർഡോ IPCO ആരോടോ ചർച്ച് ഓഫ് ഗോഡോ അല്ലല്ലോ ഏത് ഇന്ത്യയോ ആയിക്കൊള്ളട്ടെ, എന്താ അപമാനിക്കപ്പെടുന്നത്? ദൈവ ഭയമില്ലാത്തതുകൊണ്ടാണ്. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് വിശുദ്ധനായതുകൊണ്ട് ആ വിശുദ്ധിക്ക് ഒത്തവണ്ണം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഈ മണ്ണിൽ സ്വപ്നം കണ്ടതൊന്നും നടന്നില്ലെങ്കിലും, ഞാൻ ആഗ്രഹിച്ച സൗഖ്യമൊന്നും കിട്ടിയില്ലെങ്കിലും, അങ്ങയുടെ മുമ്പാകെ വിശുദ്ധൻ എന്നൊരു പേരെനിക്ക് വേണം. എത്ര പേര് അതിനുവേണ്ടി കൊതിക്കുന്നുണ്ട്? ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു നിമിഷം സമർപ്പണത്തിനായി എത്ര പേര് സമർപ്പിക്കും? കർത്താവേ, എനിക്ക് ഈ ഉപവാസത്തിൽ കൂടെ എൻ്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് ഒന്ന് വർദ്ധിപ്പിക്കണം. പാപബോധം എനിക്കുണ്ടാകണം. ഓഫ് പീപ്പിൾ, ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ഇറ്റ് മേ ബി അപ്ലോസ്ഡ് ബൈ ഓൾ ദ പീപ്പിൾ അറൗണ്ട് മീ. എല്ലാവരുടെയും കയ്യടി കിട്ടിയേക്കാം, അംഗീകാരം കിട്ടിയേക്കാം. പക്ഷെ സ്വർഗത്തിൻ്റെ കയ്യൊപ്പുണ്ടോ എന്ന് എനിക്കറിയണം. ഓ രാബ ഷഖന. ഒരു നിമിഷം സമർപ്പിച്ച് എത്ര പേര് കരഞ്ഞു പ്രാർത്ഥിക്കുക? എല്ലാവരും ആവാവുന്നിടത്തോളം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഈ ഉപവാസത്തിൽ കൂടെ ഐ വാണ്ട് ടു ബി എ ഗുഡ് ഹസ്ബൻഡ്. മേ ബി 50 years of our wedding anniversary is happening, 20 years, 13 years, but still if there is anything that I need to be agreed and adjusted or to be reconciled with my spouse, tonight is a night that I want to be holy as you are holy. As a parent, I'm a failure in many ways. I thought my disciplining will make my children all right. ഇല്ല കർത്താവ്, ഇന്ന് രാത്രി ഒരു നല്ല മാതാവായി പിതാവായി എൻ്റെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് പെരുമാറാൻ പറ്റിയില്ലെങ്കിൽ എനിക്കിന്ന് രാത്രി മടങ്ങി വരണം. ഐ എം എ പാസ്റ്റർ. ലാസ്റ്റ് all the years I'm preaching, pastoring. If there is a change in my life, need any change, I am ready to yield to the Holy Spirit. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടാകണം. മുൾപ്പടർപ്പ് കത്തുന്ന പോലെ അനുഭവങ്ങൾ ജീവിതത്തിൽ ദൈവം തന്ന് നിന്നെ ശോഭയുള്ളതാക്കി ഇവിടെ നിർത്തിയെങ്കിൽ, ദൈവം തടഞ്ഞത്, ഈ ദിവസങ്ങളിൽ പിടിച്ചിരുത്തിയത്, ഈ റോക്ക് ലാൻഡിൻ്റെ റിവൈവൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ സ്റ്റാൻഡേർഡ് വർദ്ധിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ ആഴ്ച കൈ അടിച്ചതുപോലെ അടുത്ത ആഴ്ച കൈ അടിക്കരുത്. ഹല്ലേലൂയ. മാതി മറന്ന് ദൈവത്തെ ആരാധിക്കും. പരിസരം മറന്ന് ആത്മീയ ശുശ്രൂഷകൾ ആലയത്തിൽ വെളിപ്പെടണം. രോഗശാന്തി ആലയത്തിൽ നടക്കണം. പ്രൈസ്തല ഭൂതങ്ങൾ അലറി ഓടണം. മാനസാന്തരങ്ങൾ ഈ പട്ടണത്തിൽ ചിലരെ ദൈവത്തിന് വിടുവിക്കാനുണ്ടെന്ന്. പ്രൈസ്തലോ. ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, എല്ലാ സഭ പോലൊരു സഭയായിട്ട് പോകാനാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, സഭായോഗം നടത്തിയാൽ മതി. ഇഫ് യു വാണ്ട് ടു ബി ഡിഫറെൻറ്റ്, യു നീഡ് ടു ബി ഡിഫറെൻറ്റ്. നിങ്ങൾ വ്യത്യസ്തരാകണോ ആകാമോ, ദൈവസഭയെ ദൈവം വ്യത്യസ്തമാക്കും. ഹല്ലേലൂയ. യഹോവ ഇവിടെയുണ്ട് സത്യം. അതിലെ മോശ പറഞ്ഞത്, ഈ വലിയ കാഴ്ച എന്തെന്നൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് തുറച്ചു നോക്കിയതുപോലെ ഇവിടെ ആളിക്കത്തുന്ന ഈ ആത്മാവിൻ്റെ തീ കാണുമ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, എല്ലാവരും പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കാമോ?
I want that experience. എനിക്ക് അനുഭവം വേണം. എൻ്റെ കുടുംബത്തിലെ എക്സ്പീരിയൻസ് വേണം. ഞങ്ങളുടെ വീട്ടിലെ എക്സ്പീരിയൻസ് വേണം. ഞങ്ങളുടെ സഭയിലെ എക്സ്പീരിയൻസ് വേണം. ത്രിബലബലധ്വര വൈഷമനാദര. ഹല്ലേലൂയ. എത്ര കുഞ്ഞുങ്ങൾ, how many children, youngsters? If you don't mind, listen to me carefully. How many of you desire that? I want to be filled with the Holy Spirit. I want to be led by Holy Spirit. I want to saturated by Holy Spirit. Do you have an earnest desire tonight? Children, do you have a cry like that? If you want me to pray over you, please raise your hands. Hallelujah. Children, I'm focusing on children for a moment. If you don't mind, can you leave your place and come and stand over here? Praise God. Every children, please come over here. Let us stand together. എല്ലാവരും കഴിഞ്ഞിട്ട് നിൽക്കാം. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. Hallelujah. As the Spirit of the Lord giving me the utterance to pray over this generation. Every children or those who want to be filled with the Holy, it is not because that a pastor is preaching, I'm going to fill it. No, the God is going to touch you. Everyone, come and stand over here. Children, hallelujah. Praise God. God has a special message for you. Hallelujah. Come, please. Hallelujah. The Spirit of the Lord wants to touch your heart, touch your life. God wants to give you a bright future. I'm not offering a career or a business. That's the secondary in your life. A place you are going to reach where the people will be astonished and say that these are the children of the Holy God. Praise God. Hallelujah. Everyone, close your eyes. Cry to the Lord. Lord, fill me with your Spirit. Every eye is closed. Hallelujah. Now we are in a serious business. Don't look here and there. All the parents, എല്ലാ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഇന്ന് കടന്നു വരാൻ കഴിയാതെ സഭയിലുള്ള കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട്, ജോലിയിലുണ്ട്, അല്ലെങ്കിൽ സ്കൂളിലായിരിക്കാം, പഠിത്തമായിരിക്കാം, വരാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Everyone, open your mouth and begin to pray to the Lord. Lord, let your Spirit come upon me. Everyone, open your mouth and cry to the Lord. The Bible says, out of the mouth of the babes and the nursing babies, I will ordain the praises. ശിശുക്കളുടെ മുലം മുടിക്കുന്നതിനെ വായിൽ നിന്ന് ഞാൻ പുകഴ്ച വരുത്തും. God wants to raise this church to an extra realm. Hallelujah. Not be, hallelujah, praise God, tossed between two opinions, with one opinion. The Spirit of the Lord is going to lead the church. The generation is going to sing and dance and worship in spirit the days to come. And they are going to continue the, hallelujah, mantle that God has rested upon you. Or they are going to carry the baton, hallelujah, God has given to you. അടുത്ത ജനറേഷൻ ദൈവസഭയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടവരാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഇഫ് യു ക്യാൻ സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് ടുവേഴ്സ് ദം, കൈ ഇവരുടെ നേരെ നീട്ടാമെങ്കിൽ ഒന്ന് കൈ നീട്ടിക്കാട്ടെ. പാസ്റ്റേഴ്സ്, ദേവദാസന്മാരോട് വന്നാട്ടെ. നമ്മൾ ഒരുമിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് വരെ ഇന്ന് രാത്രി അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക. യേശു, എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. മാതാപിതാക്കളെ, അന്യഭാഷയിൽ സംസാരിക്കുന്നവർക്ക് അന്യഭാഷയിൽ സംസാരിക്കാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഹല്ലേലൂയ, യു ക്യാൻ പ്ലേ ദ മ്യൂസിക്, ഒരു കുഴപ്പമില്ല, മ്യൂസിക് വായിക്കാം. ഹല്ലേലൂയ. ആത്മാവിൽ ആരും മൗനമായിരിക്കരുത്. സ്തോത്രം ചെയ്തു, അന്യഭാഷയിൽ ആരാധിച്ചോ. ഹല്ലേലൂയ. വി ആർ മേക്കിംഗ് എ വാർ ബിറ്റ്വീൻ ദ പവേഴ്സ് ഓഫ് ദ ഡാർക്ക്നെസ്. ഈ തലമുറ വളർന്നാൽ, ഹല്ലേലൂയ. ഞാനൊരു ദൂത് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുക. ഒരു ദൂത് പറയാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഫറവോൻ ഹല്ലേലൂയ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ജനിക്കുന്ന തലമുറയെ വെള്ളത്തിലെറിഞ്ഞ് കൊല്ലണം. എന്തിനാ പറഞ്ഞെന്നറിയാമോ? അടുത്തൊരു പദം പറയുന്നുണ്ട്, ഇവർ വളർന്നാൽ നമുക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കും. That was the fear of the Pharaoh. If this generation of the Israelites grow, they will declare a war against us and they will defeat us. ശ്രദ്ധിച്ചോ നിങ്ങൾ ആ പദം? ഇവർ വളർന്നാൽ അവർ നമുക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് നമ്മളെ തോൽപ്പിക്കും. അതുകൊണ്ട് ഇതിനെ നീല നദിയിൽ എറിഞ്ഞ് കൊന്നുകളക. എക്സാക്ട്ലി സെയിം ഡിസിഷൻ ഡെവിൾ ഈസ് മേക്കിംഗ് ടുഡേ. അത് തന്നെ പിശാച് പറയുന്നത്. ലുക്കിംഗ് അറ്റ് ദ ജനറേഷൻ, ഇവർ വളർന്നാൽ ഞാൻ എന്നെ തോൽപ്പിക്കും. അതുകൊണ്ട് അവൻ പോകുന്ന സ്കൂളെന്ന ഒഴുകുന്ന നീല നദിയിലെ ചീങ്കണ്ണിക്ക് അവൻ ഇരയാകട്ടെ. അവൻ പോകുന്ന കോളേജിലെ, ജോലി സ്ഥലത്തെ വളർന്നു നിൽക്കുന്ന അശുദ്ധ ശക്തികൾക്ക് നീല നദി അവനെ വിഴുങ്ങട്ടെ. ഇല്ല, ഇന്ന് പകൽ രാത്രി ദൈവസഭ പറയുന്നു, ഞങ്ങളുടെ കുഞ്ഞിനെ അതിൽ വിട്ടു കൊടുക്കത്തില്ല. ആത്മനിറവിലേക്ക് കുഞ്ഞുങ്ങൾ, clap your hands, begin to praise God. Hallelujah. All the children begin to praise God. Hallelujah. I want to be filled with the Holy Spirit. I want to be filled with the Holy Spirit.
ಶ್ರೀವಾರ ಬಲವಕ್ಷನಾದರಪ್ತರೆ ಅರ್ಕಲ ವೈಡಮನಂತರದುನಗಲ ದುರಿಮನ ದಿಗಾರ ಬಲವಕ್ಷಂ ಪ್ರೌಢಗನಸ್ತ ದೂರಂ ಪಡಗಲ ವೇದಿಗನತ್ತರ ವೈಡಮನಾದಿ ಹಂದರವರಗ ರಿಖರಾದಿ ಕುಡಿಮನ ರಿಖಾರವನ ಉದಗತ್ತರಗನ ವೈಡಮನಾದಿ ಧೀರಬಲಸ್ತರ ವೈಷವನಾದಿ ಆಮ್ದಲ್ ಕಡಗನ ರಿಖಾಮಾಸಿ ಆರ್ಯ Divara, Rigarivala, let the fire of the Holy Spirit, let the fire of the Holy Spirit come upon this child, Lord. Let the wind of the Holy Spirit blow into his life. Riba, Ravala, Maudala, Bhattara, Vaida, Radha, Uda, Mana, Vaida, Radha, Rakha, Radha, Vaida, Jara. Open their life, Lord. Open their life, Lord. Shamana, Rikana, Rigadaganam, Tere, Viramana, Vaida, Manastia, Ravanam, Tere, Virakana, Dagana. I speak God's blessing. I speak God's blessing into his life. I speak anointing. I speak anointing. I speak anointing. I speak power into his life. Viramana Vaidamana Thare Vaisha Praudagala. Let the anointing of the Holy Spirit come upon him in the name of Jesus. Udavara Vaidamana Haptareda Rikaradagane യേശുവിന്റെ നാമത്തിൽ ഇവന്റെ മേൽ ദൈവകൃപ, ഇവന്റെ മേൽ ദൈവകൃപ ഇറങ്ങി വരട്ടെ. ദുഃഖി മസിയ രഗനത്തരാദഗന ദൈവകൃപ ദൈവകൃപ ശുഭല രഖാനിഗിനി അടകാര ഘടകല അത്തുര വേദികൻ അംതര ഉദവ കരക തരകൻ ചാര ധീര മാന അംദാലാദ വൈഷമാന വൈഡമാന അർക്കാരവസിയാരഗലത്തി ഇന്ദരവ ഹസിയാരഗലത്തി വൈഷ പ്രൗഢ രബൽ കടകന. അഭിഷേകത്തിന്റെ നിറവ്, അഭിഷേകത്തിന്റെ നിറവ് ഈ കുഞ്ഞിന്റെ മേൽ പെയ്തിറങ്ങട്ടെ. ഉഡാമന, let the fire of the Holy Spirit, wind of the Holy Spirit blow into her life, Lord. യേശുവിന്റെ നാമത്തിൽ bless this generation. Every filthy hands of the enemy take away right now in Jesus name. Release them from every clutches of enemy, every wickedness of this world in the name of Jesus. I speak deliverance, I speak deliverance, I speak revival, I speak revival, I speak revival, I speak revival into this generation. Udamana Vaidamana Hamda Raja Vaidamana Rivarapthara Udarada Hatharaja Vaishara Dhiramatha Vaidara Udabalamtharadana Rivalamda Vaidamana Hastara Duraganada Vaidamana Hathara Dhiravaksha Vaidaradi Hature Arkalanda Redanamda Vaidara Amdaraksha Vedana Udamanada Vaidala Amdaraja Vaidama Atharaksha Vedara Dhirabamda Vedala Vaidanada Rathare Vaidaraja Hastara Dhirabalamtha Vaidana Rivalabhatha Vaishara Rivaramda Vedana Rivaramda Vaidarada Haptarada Rajana. ഉടയട്ടെ ഉടയട്ടെ, അന്യായത്തങ്ങൾ ശാസിക്കപ്പെടട്ടെ, പട്ടണഭൂതങ്ങൾ ശാസിക്കപ്പെടട്ടെ. തലമുറയ്ക്കെതിരെ എഴുതി വെച്ച കല്ല് ഒപ്പിട്ട രേഖകൾ യേശുവിന്റെ നാമത്തിൽ ഭവിഷ്യാതെ ഉഠമാന ഹത്തരാധകന. ഹല്ലേലൂയ. ദൈവസഭ ദൈവസഭ ആത്മപുഷ്ടി കൊണ്ട്, ആത്മശക്തി കൊണ്ട്, ആത്മനിറവ് കൊണ്ട്, ആത്മ ആരാധന കൊണ്ട് ഇന്ന് രാത്രികാലം നിറയപ്പെടട്ടെ. ഉദ്ധരമന പട്ടണത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു അഭിഷേകത്തിന്റെ നിറവ് ദൈവസഭയ്ക്കകത്ത് നദി പോലെ ഒഴുകുന്ന കാലഘട്ടമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. ഉഡമാന വൈഷാരാജ വൈഡാരാജ അഫലജാര ധീരന്ത ഉടബലഹത്തര വൈഡാര അന്തൽ കടകന വൈഡ പ്രൗഢ ധീരാനാഥ വൈഷാര ദൂരാമ വൈഡേരാജ അസ്തര വൈഡ ഭൂരധാര ദൂരാന തീകൽ കടകന വൈഷമന അന്തൽ കടകന വൈഡാര അന്തല വൈഡവനസ്തര വേദം വേരം ധാരകനധാര ഉടവാരം താ വൈഡാര പ്രബലാരകിടം വക്ഷത്താരി ദൂകാര അത്തരജാന അത്തരജാന അത്തരജ ആബലവക്ഷര ഹസ്തൂര. ഒരു പുതുക്കം, ഒരു പുതുക്കം ഇന്ന് രാത്രി. ആത്മാവിന്റെ പുതുക്കം, ആത്മാവിന്റെ പുതുക്കം, അന്യഭാഷയുടെ പുതുക്കം, പ്രവചനവരത്തിന്റെ പുതുക്കം, അഭിഷേകത്തിന്റെ നിറവ്. ഹല്ലേലൂയ. ദൂരമാന വൈഡേര ഉഡാവാര ഹസ്താര തരകൽ കത്തര വൈഷാര ഉടബലഹംഫല വൈഡമനാധികനസ്തേര അരകല കത്തര വൈഡവനന്തര വർക്കാരാദി ധീരവനന്തര ജാരകന. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആത്മാവിന്റെ നാളങ്ങൾ ഇന്ന് രാത്രികാലം ജനത്തെ സ്പർശിക്കുന്ന രാത്രിയായി മാറട്ടെ. ഹല്ലേലൂയ. ദുരബസേദ റിവന വൈഡാര ദുരമാന വൈഷര അത്ഥരാദ വൈഡര അംദരാദ വൈഡാര അംദരാദ രൗഡാരാദല. യെസ്, പരിശുദ്ധാത്മാവ് നദി പോലെ ഇന്ന് രാത്രി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അല്ല നിങ്ങൾ മുങ്ങിക്കുളിക്കുമാറ് ആത്മാവിന്റെ നീന്തൽ, ആത്മാവിന്റെ അനുഭവത്തിലേക്ക് സഭയെ മടക്കി വരുത്തട്ടെ. ഹല്ലേലൂയ. ഓ റബ ശഖരബലവ സതുരാധകന വൈഡമാന റഖരാധനദരാധന ആർക്കാരമനസ്യാരകന
Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Jesus.